ഡിയർ സ്റ്റുഡൻസ്, നമ്മളിന്ന് +2 അക്കൗണ്ടൻസിയുടെ ഈ അടുത്ത് നടന്നിരിക്കുന്ന അതായത് 2024 മോഡൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ ഡീറ്റെയിൽഡ് ആൻസർ കീ സഹിതം ഡിസ്കസ് ചെയ്യുകയാണ്. പബ്ലിക് എക്സാമിനും നിങ്ങൾക്ക് ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ഇതേ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ എക്സാമിന് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് അതിൻ്റെ ആൻസർ ഉൾപ്പെടെ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. നമ്മുടെ ചാനലിൽ +2 അക്കൗണ്ടൻസിയുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ ടോപ്പിക്സും എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനൊപ്പം തന്നെ എൻ്റെ സ്ക്രീനിലും കൂടാതെ ഫസ്റ്റ് കമൻറ്റായിട്ട് പിൻ ചെയ്ത് നൽകാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് മനസ്സിലാകുന്നുണ്ടെങ്കിൽ ഉപകാരപ്പെട്ടെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഫ്രണ്ട്സിനായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുകയും വീഡിയോ ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വെൻ എ ഫിക്സഡ് എമൗണ്ട് ഈസ് വിഡ്രോൺ അറ്റ് ദ ബിഗിനിങ് ഓഫ് എവറി മന്ത് ഡാഷ് ഇൻട്രസ്റ്റ് ഈസ് കാൽക്കുലേറ്റഡ് ഓൺ ഡ്രോവിങ്സ്. അപ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോവിങ്സ് എന്ന് പറയുന്ന ആ ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ഡ്രോവിങ്സ് നടത്തുമ്പോൾ, അതായത് എല്ലാ മാസവും ആദ്യം, ഈ ഒരു കേസിൽ എല്ലാ മാസവും ബിഗിനിങ്ങിലാണല്ലേ, എല്ലാ മാസവും ആദ്യമാണ് വിഡ്രോവൽ നടത്തുന്നതെങ്കിൽ നമുക്ക് എത്ര നാളത്തേക്കുള്ള അതിൻ്റെ ഒരു ഇക്വേഷനിൽ ഉപയോഗിക്കുന്ന ആ ഒരു കാലാവധി എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാ മാസത്തിൻ്റെയും ആദ്യമാണെങ്കിൽ നമ്മൾ എടുക്കേണ്ടത് 6.25 അല്ലെങ്കിൽ 6.5 മാസത്തെയാണ് എടുക്കേണ്ടത് അല്ലേ. ഇപ്പോൾ 6 മന്ത്സ് എടുക്കുന്നത് എല്ലാ മാസത്തിൻ്റെയും മിഡിലായിട്ട്, അതായത് 15-ാം തീയതിയോട് കൂടിയാണ് വിഡ്രോവൽ നടത്തുന്നതെങ്കിലാണ് 6 മന്ത്സ് വരിക. എല്ലാ മാസത്തിൻ്റെ അവസാനമാണെങ്കിൽ എൻഡിലാണ് വിഡ്രോവൽ നടത്തുന്നതെങ്കിൽ അത് 5.5 വരും അല്ലേ, 5.5 മാസം വരും. അപ്പോൾ അങ്ങനെ വ്യത്യസ്ത സാഹചര്യങ്ങളാണ് ഈ ഓരോ ഐറ്റം വരിക. അപ്പോൾ വ്യത്യസ്ത സമയങ്ങളിലായിട്ട് വ്യത്യസ്ത ഡേറ്റുകളിൽ പല മാസങ്ങളിലായിട്ട് വിഡ്രോ ചെയ്യുകയാണെങ്കിൽ അതിൽ നമ്മൾ പ്രൊഡക്റ്റ് മെത്തേഡൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോവിങ്സ് എന്ന് പറയുന്ന പ്ലേലിസ്റ്റിലെ ആ ഒരു വീഡിയോ ക്ലാസ്സിൽ ആ എല്ലാ മെത്തേഡുകളും ഡീറ്റെയിൽ ആയിട്ട് എക്സാമ്പിൾ സഹിതം വിശദീകരിക്കുന്നുണ്ട്, അത് കാണുക. അടുത്തത്, ഇഫ് ആൻ അൺറെക്കോർഡഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് ഫൗണ്ട് ഔട്ട് അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ ഓഫ് എ പാർട്ണർ. ഒരു പാർട്ണറുടെ അഡ്മിഷൻ്റെ സമയത്ത് നമ്മൾ അൺറെക്കോർഡഡ് ഇൻവെസ്റ്റ്മെൻറ്റ്, റെക്കോർഡ് ചെയ്തിട്ടില്ലാത്ത ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്, ഒരു അസറ്റ് കാണുകയാണെങ്കിൽ എവിടെയാണ്, എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു അസറ്റാണ്. അസറ്റ് ഇൻക്രീസ് ചെയ്യുന്നതിന് തുല്യമാണ് അൺറെക്കോർഡഡ് ആയിട്ടുള്ള അസറ്റ് കണ്ടെത്തുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത്. റീവാലുവേഷൻ അക്കൗണ്ടിലാണ് നമ്മളത് എഴുതേണ്ടത്. റീവാലുവേഷൻ അക്കൗണ്ടിൽ അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ റീവാലുവേഷൻ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് അൺറെക്കോർഡായിട്ട് കണ്ടു എന്ന് പറയുമ്പോൾ അസറ്റ് ഇൻക്രീസ് ചെയ്യുന്നതിന് തുല്യമായിട്ട് കണക്കാക്കിക്കൊണ്ട് നമ്മൾ റീവാലുവേഷൻ അക്കൗണ്ടിൽ അതിനെ ക്രെഡിറ്റ് ചെയ്യേണ്ടതാണ്. ഇനി എ, ബി ആൻഡ് സി വെയർ പാർട്ണേഴ്സ് ഷെയറിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസസ് ഇൻ ദ റേഷ്യോ ഓഫ് 2:2:1. 3 പാർട്ണേഴ്സ് അവരുടെ റേഷ്യോ, നിലവിലുള്ള റേഷ്യോ തന്നിട്ടുണ്ട്. ഇഫ് ബി റിട്ടയേഴ്സ് ആൻഡ് എ ആൻഡ് സി വിൽ ഷെയർ ഫ്യൂച്ചർ പ്രോഫിറ്റ് ആൻഡ് ലോസസ് ഇൻ ദ റേഷ്യോ 3:2. ഇതിൽ ഒരാൾ റിട്ടയർ ചെയ്യുന്നു അല്ലേ, ബി എന്ന് പറയുന്ന വ്യക്തി റിട്ടയർ ചെയ്യുന്നു. അപ്പോൾ ബാക്കിയുള്ള ആളുകൾ എയും സിയും കൂടി അവരുടെ റേഷ്യോ 3:2 എന്നും പറഞ്ഞിട്ടുണ്ട്. ദെൻ ദ ഗെയിനിങ് റേഷ്യോ, നമുക്കറിയാം റിട്ടയർമെൻറ്റിൻ്റെ സമയത്തൊക്കെയാണ് ഗെയിനിങ് റേഷ്യോ കണ്ടുപിടിക്കുന്നത് അല്ലേ. റിട്ടയർമെൻറ്റ് ആൻഡ് ഡെത്ത്, ഈ കേസിലാണ് ഗെയിനിങ് റേഷ്യോ കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്കിവിടെ ഓൾഡ് റേഷ്യോ തന്നിട്ടുണ്ട്, ന്യൂ റേഷ്യോ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗെയിനിങ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കണം അല്ലേ. ന്യൂ റേഷ്യോ മൈനസ് ഓൾഡ് റേഷ്യോ എന്ന് പറയുന്ന ആ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുക. അപ്പോൾ എയുടെ ഗെയിന്, എയുടെ പുതിയ റേഷ്യോ എത്രയാണ്, 3:2 എന്നാണ് അല്ലേ. അപ്പോൾ 3/5 എന്ന് വരും. 5 എന്ന് എങ്ങനെയാണ്, 3+2 ആണല്ലേ. അപ്പോൾ 3/5 എയുടെ ഇപ്പോഴത്തെ ന്യൂ റേഷ്യോ മൈനസ് ഓൾഡ് റേഷ്യോ 2/5 അല്ലേ. 3/5 മൈനസ് 2/5, ഇവിടെ നമുക്ക് ഡിനോമിനേറ്റർ 5 തന്നെയാണ്. അപ്പോൾ 3 - 2 1/5 എന്ന് കിട്ടും അല്ലേ. രണ്ടാമത്തെ ആളുടെ, അതായത് സിയുടെ കേസിൽ 2/5 മൈനസ് 1/5 ആണല്ലേ. അദ്ദേഹത്തിന് 1/5 ആണ് ഓൾഡ് റേഷ്യോ വരുന്നത്. അപ്പോൾ 2/5 മൈനസ് 1/5 എന്ന് പറയുമ്പോൾ ഇതും 1/5 എന്ന് വരും അല്ലേ. അപ്പോൾ 1:1 അല്ലേ, അതാണ് ആൻസറായിട്ട് വരുന്നത് അല്ലേ. 1:1 ആണ് ഇവിടെ ഗെയിനിങ് റേഷ്യോ. അപ്പോൾ ഗെയിനിങ് റേഷ്യോ കാൽക്കുലേഷന് വേണ്ടി അത് പ്രത്യേകിച്ച് വീഡിയോ ക്ലാസ് ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് നോക്കി കൂടുതൽ എക്സാമ്പിളുകൾ പരിചയപ്പെടാവുന്നതാണ്. ദെൻ ദ എമൗണ്ട് ഡ്യൂ ടു ദ റിട്ടയറിംഗ് പാർട്ണർ വിൽ ബി ട്രാൻസ്ഫേർഡ് ടു ഹിസ്. നമ്മുടെ റിട്ടയറിംഗ് പാർട്ണർക്ക് അദ്ദേഹത്തിന് കൊടുക്കാനുള്ള തുക ഏത് അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. അത് ലോൺ അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് അല്ലേ. റിട്ടയറിംഗ് പാർട്ണർ ആകുമ്പോൾ ലോൺ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഡെത്തിൻ്റെ കേസിലാണ് എക്സിക്യൂട്ടീവ്സ് ലോൺ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് അല്ലേ, ഡെത്തിൻ്റെ കേസിൽ. അപ്പോൾ ഈ ഒരു കേസിൽ ലോൺ അക്കൗണ്ടാണ് റിട്ടയറിംഗ് പാർട്ണറുടെ കേസിൽ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. റൈറ്റ് എനി 2 ഡിഫറൻസസ് ബിറ്റ്വീൻ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ആൻഡ് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ്. ഫ്ലക്ച്വേറ്റ് ക്യാപിറ്റൽ മെത്തേഡും ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡും തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഏതെങ്കിലും 2 എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളെ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലേ. നമ്പർ ഓഫ് അക്കൗണ്ട്സ്, അതായത് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ ദർ ആർ 2 അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ഉണ്ട് അല്ലേ. ക്യാപിറ്റൽ അക്കൗണ്ടും ഉണ്ട്, കറണ്ട് അക്കൗണ്ടും ഉണ്ട്. പക്ഷേ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ ഒരു അക്കൗണ്ട് മാത്രമേ ഉള്ളൂ, ക്യാപിറ്റൽ അക്കൗണ്ട് മാത്രമേ ഉള്ളൂ. അഡ്ജസ്റ്റ്മെൻറ്റുകളുടെ കേസ് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റുകളും എഴുതുന്നത് കറണ്ട് അക്കൗണ്ടിലായിരിക്കും അല്ലേ, ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ. പിന്നെ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് ആണെങ്കിൽ എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റുകളും എഴുതുന്നത് ക്യാപിറ്റൽ അക്കൗണ്ടിൽ തന്നെയാണ്. ഇനി ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ബാലൻസ് ഫിക്സഡ് ആൻഡ് അൺചേഞ്ച്ഡ് ആണ്.
അതായത് ക്യാപിറ്റലിൻ്റെ അഡീഷൻ പുതിയതായിട്ട് ക്യാപിറ്റൽ കൊണ്ടുവരികയോ ക്യാപിറ്റൽ വിഡ്രോവൽ നടത്തുകയോ ചെയ്തിട്ടില്ല എങ്കിൽ നോർമലി ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ബാലൻസ് ഫിക്സഡ് ആയിരിക്കും, അൺചേഞ്ച്ഡ് ആയിരിക്കും. പക്ഷേ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ബാലൻസ് ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. കാരണം എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റുകളും ക്യാപിറ്റൽ അക്കൗണ്ടിലാണ് എഴുതുന്നത്, അതുകൊണ്ടാണ് അല്ലേ. ക്യാപിറ്റൽ അക്കൗണ്ടിന് എപ്പോഴും ക്രെഡിറ്റ് ബാലൻസ് ആണ് കാണിക്കുക. പക്ഷേ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ ക്യാപിറ്റൽ അക്കൗണ്ടിന് അഡ്ജസ്റ്റ്മെൻറ്റുകളെല്ലാം എഴുതുന്നതുകൊണ്ട് ഡെബിറ്റ് ബാലൻസോ ക്രെഡിറ്റ് ബാലൻസോ കാണിക്കാനുള്ള സാധ്യതയുണ്ട് അല്ലേ. ദെൻ അപ്പിയറൻസ് ഇൻ ബാലൻസ് ഷീറ്റിൽ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ഫോളോ ചെയ്യുകയാണെങ്കിൽ ബാലൻസ് ഷീറ്റിൽ കറണ്ട് അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടും 2 അക്കൗണ്ടും ബാലൻസ് ഷീറ്റിൽ കാണിക്കേണ്ടതുണ്ട്. കാരണം 2 അക്കൗണ്ടുകൾ ഉണ്ടാവും അല്ലേ, അപ്പോൾ അതിൻ്റെ ബാലൻസുകൾ ബാലൻസ് ഷീറ്റിൽ കാണിക്കണം. പക്ഷേ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് ആണെങ്കിൽ ക്യാപിറ്റൽ അക്കൗണ്ട് മാത്രമേ ഉള്ളൂ, ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് മാത്രം ബാലൻസ് ഷീറ്റിൽ കാണിച്ചാൽ മതി അല്ലേ. അപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് എളുപ്പമുള്ള 2 നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. അടുത്തത് ഹാദി ബ്രദേഴ്സ് ഏൺ ആൻ ആവറേജ് പ്രോഫിറ്റ് ഓഫ് 30,000 വിത്ത് എ ക്യാപിറ്റൽ ഓഫ് ₹2 lakhs. അതായത് 2 ലക്ഷം രൂപയാണ് ക്യാപിറ്റൽ. അവർക്ക് കിട്ടുന്ന ആവറേജ് പ്രോഫിറ്റ്, കമ്പനിയുടെ പാർട്ണർഷിപ്പിൻ്റെ ആവറേജ് പ്രോഫിറ്റ് 30,000 ആണ്. ദ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ ഇൻ ദ ബിസിനസ്സിൽ നോർമലി ആ ഇൻഡസ്ട്രിയിലുള്ള മറ്റ് ബിസിനസ്സുകൾക്ക് നോർമലി കിട്ടുന്ന പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 10% ആണ് നോർമൽ പ്രോഫിറ്റ് ഓഫ് ക്യാപിറ്റൽ എംപ്ലോയിഡ്. ഫൈൻഡ് ഔട്ട് ദ വാല്യൂ ഓഫ് ഗുഡ് വിൽ അണ്ടർ ദി ക്യാപിറ്റലൈസേഷൻ ഓഫ് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ്. അപ്പോൾ ഗുഡ് വില്ലിൻ്റെ കാൽക്കുലേഷനാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡിൽ അല്ലേ. അതായത് ക്യാപിറ്റലൈസേഷൻ ഓഫ് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡിലുള്ള ഗുഡ് വില്ലിൻ്റെ കാൽക്കുലേഷനാണ്. അപ്പോൾ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഫോർ കാൽക്കുലേഷൻ ഓഫ് ഗുഡ് വിൽ എന്ന് പറഞ്ഞ് നമ്മൾ വീഡിയോ ക്ലാസ് ചെയ്തിട്ടുണ്ട്. അതിലെല്ലാ മെത്തേഡും ആ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കുക. അപ്പോൾ ആദ്യം നമുക്ക് സൂപ്പർ പ്രോഫിറ്റ് കണ്ടുപിടിക്കണം അല്ലേ. ഇപ്പോൾ ക്യാപിറ്റലൈസേഷൻ ഓഫ് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡിൽ സൂപ്പർ പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ സൂപ്പർ പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു ആക്ച്വൽ ആവറേജ് പ്രോഫിറ്റ് മൈനസ് നോർമൽ പ്രോഫിറ്റ്. ആക്ച്വൽ പ്രോഫിറ്റ് ഇവിടെ നമുക്ക് നൽകിയിട്ടുണ്ട്. ആക്ച്വൽ ആവറേജ് പ്രോഫിറ്റ് ആണ്. ആക്ച്വൽ പ്രോഫിറ്റ് 30,000 ആണ് അല്ലേ. നമ്മൾ രണ്ടാമത് എന്താണ് നോർമൽ പ്രോഫിറ്റ്. ഇപ്പോൾ നോർമൽ പ്രോഫിറ്റ് നമുക്ക് കണ്ടുപിടിക്കണം. നോർമൽ പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത് ക്യാപിറ്റൽ എംപ്ലോയിഡിൻ്റെ 10% ആണ് നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ക്യാപിറ്റൽ എംപ്ലോയിഡ് 2 lakhs ആണ്, അതിൻ്റെ 10% 20,000 ആണ് നോർമൽ പ്രോഫിറ്റ്. ഓക്കെ, അപ്പോൾ അങ്ങനെ നോർമൽ പ്രോഫിറ്റ് നമ്മൾ കണ്ടുപിടിക്കുന്നു. നമുക്ക് 20,000 കിട്ടി. ആക്ച്വൽ പ്രോഫിറ്റ് 30,000 ക്വസ്റ്റ്യൻ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ വ്യത്യാസമാണ് സൂപ്പർ പ്രോഫിറ്റ് അല്ലേ. സൂപ്പർ പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു 30,000 മൈനസ് 20,000 10,000. അപ്പോൾ അങ്ങനെ ആദ്യം സൂപ്പർ പ്രോഫിറ്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഗുഡ്വില്ലിൻ്റെ കാൽക്കുലേഷൻ ഒന്നാമത്തെ സ്റ്റെപ്പ്. ഇനി സൂപ്പർ പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളതിൻ്റെ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ക്യാപിറ്റലൈസ്ഡ് വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി എളുപ്പമാണ്. സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു 100 നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ. മാറിപ്പോകരുത്. സാധാരണ നമ്മൾ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ ഡിവൈഡ് ബൈ 100 നമ്മൾ ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു മൾട്ടിപ്ലൈ ചെയ്ത് നമ്മൾ നോർമൽ പ്രോഫിറ്റ് കണ്ടുപിടിച്ചല്ലേ. ഇവിടെ ക്യാപിറ്റലൈസ് ചെയ്യുമ്പോൾ സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു 100 മുകളിൽ വരേണ്ടത്. ന്യൂമറേറ്ററായിട്ട് 100ഉം ഡിനോമിനേറ്ററായിട്ട് 10ഉമാണ് വരുന്നത് അല്ലേ. അപ്പോൾ 10,000 ഇൻറ്റു 100/10 വരുമ്പോൾ 1,00,000 രൂപ. അതായത് 10,000 രൂപയാണ് സൂപ്പർ പ്രോഫിറ്റ് എങ്കിൽ അതിൻ്റെ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ എന്ന് പറയുന്നത് 1,00,000 രൂപ ക്യാപിറ്റൽ അല്ലേ. 1,00,000 രൂപ ആയിരിക്കണം ഗുഡ് വിൽ. 1,00,000 രൂപ ഗുഡ് വിൽ വേണമെന്നുള്ളത് അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക. ഇനി അടുത്തത് റൈറ്റ് എ ജേണൽ എൻട്രി ഫോർ ദി ഫോളോവിങ്. താഴെ പറയുന്നതിൻ്റെ ജേണൽ എൻട്രി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഡിക്രീസ് ഇൻ ദി വാല്യൂ ഓഫ് മെഷീനറി. അപ്പോൾ നമുക്ക് പാർട്ണർഷിപ്പിൻ്റെ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഈ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും മെഷീനറിയുടെ വാല്യൂ ഡിക്രീസ് ചെയ്യുന്നു. മെഷീനറിയുടെ വാല്യൂ ഡിക്രീസ് ചെയ്യുമ്പോൾ അതായത് അസറ്റിൻ്റെ വാല്യൂ കൂടുമ്പോൾ നമ്മൾ റീവാലുവേഷൻ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യും അല്ലേ. അസറ്റിൻ്റെ വാല്യൂ കുറഞ്ഞു എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ഡിക്രീസ് ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, റീവാലുവേഷൻ അക്കൗണ്ടിൽ അതിനെ ഡെബിറ്റ് ചെയ്യേണ്ടതുണ്ട് അല്ലേ. അപ്പോൾ മെഷീനറി അക്കൗണ്ടിനെ നമ്മൾ റീവാലുവേഷൻ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ റീവാലുവേഷൻ അക്കൗണ്ട് അറ്റ് ടു മെഷീനറി എന്നുള്ളതാണ് ജേണൽ എൻട്രി വരുന്നത് അല്ലേ. റിവാലുവേഷൻ അക്കൗണ്ട് അറ്റ് ടു മെഷീനറി, വാല്യൂ ഓഫ് മെഷീനറി ഡിക്രീസ്ഡ്. അടുത്ത ഡിക്രീസ് ഇൻ ദി പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് അല്ലേ. ഡൗട്ട്ഫുൾ ഡെപ്റ്റ്, പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് ഒരു ലയബിലിറ്റിയാണ്. ലയബിലിറ്റി ഡിക്രീസ് ചെയ്തു. ലയബിലിറ്റി ഡിക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, റിവാലുവേഷൻ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് ഡിവൈഡഡ് ബൈ റിവാലുവേഷൻ അക്കൗണ്ട് അല്ലേ. പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് അക്കൗണ്ട് എറ്റർ ടു റിവാലുവേഷൻ അക്കൗണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് എഴുതണം. അപ്പോൾ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ അക്കൗണ്ട് എറ്റർ ടു റിവാലുവേഷൻ അക്കൗണ്ട് എന്നുള്ള ജേണൽ എൻട്രി വരുന്നു. അടുത്ത റൈറ്റ് ഇൻ ടു സിറ്റുവേഷൻ വേർ എ ഫേം ബിക്കംസ് കമ്പൽസറിലി ഡിസോൾവ്ഡ്. അപ്പോൾ കമ്പൽസറി ഡിസൊല്യൂഷനുള്ള കാരണങ്ങളാണ്, പല കാരണങ്ങളും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും ഒരെണ്ണം എഴുതുക. വെൻ ദ ബിസിനസ് ഓഫ് ദി ഫേം ബിക്കംസ് ഇല്ലീഗൽ, വെൻ ഓൾ ദി പാർട്ണേഴ്സ് ഓർ എക്സെപ്റ്റ് വൺ ബിക്കം ഇൻസോൾവെൻ്റ് ഓർ ഇൻസൈന്. ബിസിനസ്സിൻ്റെ അതായത് ബിസിനസ് ചെയ്യുന്നത് ഇല്ലീഗലാവുകയാണെങ്കിൽ, നിയമവിരുദ്ധമാവുകയാണെങ്കിൽ, ഏതെങ്കിലും ഒന്നോ അല്ലെങ്കിൽ എല്ലാ പാർട്ണേഴ്സുമോ ഇൻസോൾവെൻ്റ് പാപ്പരാവുകയോ അല്ലെങ്കിൽ ഇൻസൈൻ ബുദ്ധിഭ്രമം സംഭവിക്കുകയോ ചെയ്താൽ, വെൻ ഓൾ ദി പാർട്ണേഴ്സ് ഓർ ഓൾ എക്സെപ്റ്റ് വൺ ഡിസൈഡ് ടു റിട്ടയർ ഫ്രം ദി ഫേം, അല്ലെങ്കിൽ ഏതെങ്കിലും എല്ലാ പാർട്ണേഴ്സോ അല്ലെങ്കിൽ ഒരാൾ ഒഴികെ ബാക്കി എല്ലാവരുമോ ഫേമിൽ നിന്ന് റിട്ടയർ ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ അങ്ങനെ പല കാരണങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു 2 പോയിന്റ് അതിനുവേണ്ടി എഴുതുക. അടുത്ത ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദി ഇൻട്രസ്റ്റ് ഓൺ ഡ്രോവിങ്സ് ഫോർ ദി ഇയർ എൻഡഡ് 31st December. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോവിങ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു പ്രോബ്ലം ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്.
അപ്പോൾ ഈ 7% ഇൻട്രസ്റ്റ് പറഞ്ഞിരിക്കുന്നത്. പല ദിവസങ്ങളിലായിട്ടാണ് വിഡ്രോവൽ നടത്തിയിരിക്കുന്നത് നമുക്ക് മനസ്സിലാവും. ഇത് ഏപ്രിൽ 1 അടുത്തത് 30 ജൂണിനാണ്, പിന്നെ 31 ഒക്ടോബറാണ് അല്ലേ. അപ്പോൾ സ്പെസിഫിക് ആയിട്ട് എല്ലാ മാസത്തിൻ്റെ ആദ്യമോ അല്ലെങ്കിൽ എല്ലാ മാസത്തിൻ്റെ അവസാനമോ അല്ലെങ്കിൽ മിഡിലോ അങ്ങനെയൊന്നും പറയാത്തതുകൊണ്ട് നമുക്കിവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന മെത്തേഡ് എന്താണ്? പ്രോഡക്റ്റ് മെത്തേഡാണ് അല്ലേ. അപ്പോൾ പ്രോഡക്റ്റ് മെത്തേഡ് കണ്ടുപിടിക്കുമ്പോൾ നമുക്കറിയാം ഒരു ടേബിൾ നമ്മളുണ്ടാക്കും. ഡേറ്റ് ഓഫ് വിഡ്രോവലിൻ്റെ ഡേറ്റ് എഴുതും. അപ്പോൾ ഇതിൻ്റെ ക്വസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട് ഡിസംബർ 31 അല്ലേ, ഡിസംബർ 31 അക്കൗണ്ടിങ് ഇയർ അവസാനിക്കുന്നത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു കാലാവധി ഇനി എത്ര മാസങ്ങൾ ബാക്കിയുണ്ടെന്നുള്ളതാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അത് നമ്മൾ ഡേറ്റ് ഓഫ് വിഡ്രോവൽ എഴുതിയതിന് ശേഷം എമൗണ്ട് എത്രയാണ് പിൻവലിച്ചതെന്ന് മനസ്സിലാക്കും. ഈ നമ്പർ ഓഫ് മന്ത്സ് ടു ക്ലോസിംഗ് ഡേറ്റ് വരെ ഇനി മാസം എത്ര ബാക്കിയുണ്ടെന്ന് നോക്കണം അല്ലേ. അതായത് ഏപ്രിൽ 1 മുതൽ ഡിസംബർ 31 വരെ എത്ര മാസങ്ങളുണ്ടെന്ന് എണ്ണി നോക്കുക. 9 മാസങ്ങളാണ് വരുന്നത് അല്ലേ. ഏപ്രിൽ 1 എന്ന് പറയുമ്പോൾ ഏപ്രിൽ ഉൾപ്പെടെ എഴുതണം. ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ അങ്ങനെ ഡിസംബർ വരെ എണ്ണുമ്പോൾ 9 മന്ത്സ് കിട്ടും. അതുപോലെ തന്നെ ജൂൺ 30 മുതൽ ജൂൺ 30 എന്ന് പറയുമ്പോൾ ജൂൺ അവസാനമാണല്ലേ. അപ്പോൾ ജൂൺ എടുക്കേണ്ട ആവശ്യമില്ല. ജൂലൈ മുതൽ ഡിസംബർ വരെ എണ്ണുക. അപ്പോൾ നമുക്ക് 6 മാസം കിട്ടും. ഒക്ടോബർ 31 അപ്പോൾ ഒക്ടോബർ എടുക്കേണ്ട, നവംബർ ഡിസംബർ അല്ലേ, അപ്പോൾ 2 മാസം കിട്ടും. അപ്പോൾ അങ്ങനെ ഇനി എത്ര മാസമുണ്ട് ക്ലോസിംഗ് ഡേറ്റിലേക്ക് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു കോളത്തിൽ എഴുതേണ്ടത്. അതിനുശേഷം നമ്മൾ ഈ ഒരു വിഡ്രോവലിൻ്റെ എമൗണ്ട് 16,000 × 9 മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. പ്രോഡക്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നതാണല്ലേ. രണ്ട് സംഖ്യകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന റിസൾട്ടിനെയാണ് മാത്തമാറ്റിക്സിൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ 16,000 × 9 1,44,000. അതുപോലെ തന്നെ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുക. അതിനുശേഷം നമ്മളതിനെ ടോട്ടൽ എഴുതെടുക്കുക അല്ലേ. സം ഓഫ് ദി പ്രോഡക്റ്റ് ഈ ഒരു കോളത്തിൻ്റെ ടോട്ടൽ 2,52,000 കിട്ടും. ഇനി നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കണ്ടുപിടിക്കണം. അതിനുവേണ്ടി ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അതാണ്. സം ഓഫ് ദി പ്രോഡക്റ്റ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ച ഒരു എമൗണ്ട് ഇൻറ്റു റേറ്റ്/100. റേറ്റ് എന്ന് പറഞ്ഞാൽ 7% ആണല്ലേ. 7/100 ഇൻറ്റു 1/12 അല്ലേ. ഈ 1/12 നമ്മൾ കോമൺ ആയിട്ടുള്ളതാണ് ഇക്വേഷനിൽ പ്രൊഡക്റ്റ് മെത്തേഡിൽ. അപ്പോൾ നമുക്ക് 1470 എന്ന് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കിട്ടും. അപ്പോൾ അങ്ങനെയാണത് കണ്ടുപിടിക്കുക. ഓക്കെ അല്ലേ. ഇനി അടുത്ത നോക്കാം. നന്ദു ആൻഡ് സിന്ധു ആർ പാർട്ണേഴ്സ് ഇൻ എ ഫേം ഷെയറിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസസ് ഇൻ ദ റേഷ്യോ 3:2. 3:2 നമുക്ക് പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്നു. രണ്ടുപേരും പാർട്ണേഴ്സാണ്. ഓൺ 1 ജനുവരി 2023 ദേ അഡ്മിറ്റ് ബിന്ദു ആസ് എ ന്യൂ പാർട്ണർ. ഒരു പുതിയ പാർട്ണർ അഡ്മിറ്റ് ചെയ്യുന്നു. ഓൺ ദി ഡേറ്റ് ഓഫ് അഡ്മിഷൻ ദർ വാസ് എ ജനറൽ റിസർവ് ഓഫ് 50,000. ഒരു അഡ്മിഷൻ്റെ സമയത്ത് നിലവിൽ നമുക്ക് ജനറൽ റിസർവ് 50,000 ഉണ്ട്. അപ്പോൾ അഡ്മിഷൻ്റെ ഒക്കെ പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ ബാലൻസ് ഷീറ്റിൽ ലൈബിലിറ്റി സൈഡിൽ ജനറൽ റിസർവ് കിടപ്പുണ്ടാവാം. ലൈബിലിറ്റി സൈഡിൽ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, അസറ്റ് സൈഡിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, അങ്ങനെയൊക്കെ ക്വസ്റ്റ്യനിൽ വരാം അല്ലേ. അപ്പോൾ ആ ഒരു കേസാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ജനറൽ റിസർവ് 50,000 ഉണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് ബാലൻസ് 20,000 ഉണ്ട്. ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് ബാലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലോസാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് ബാലൻസ് ആണ് പ്രോഫിറ്റ് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് അക്യുമുലേറ്റഡ് ലോസാണ് ഈ ഡെബിറ്റ് ബാലൻസ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് മനസ്സിലാക്കുക. ജനറൽ റിസർവ് ഉണ്ട്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും നിലവിലുള്ള പാർട്ണേഴ്സിന് ഒരു പുതിയ പാർട്ണർ അഡ്മിറ്റ് ചെയ്യുമ്പോൾ നിലവിലുള്ള പാർട്ണേഴ്സ് ഇപ്പോൾ ആരൊക്കെയാണോ പാർട്ണേഴ്സായിട്ടുള്ളത് ആ പാർട്ണേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഡിവൈഡ് ചെയ്ത് കൊടുക്കേണ്ട എമൗണ്ടുകളാണിത്. ജനറൽ റിസർവ് ആണെങ്കിൽ അത് നിലവിലുള്ള പാർട്ണേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് അത് ഈ ഒരു റേഷ്യോയിൽ ഓൾഡ് റേഷ്യോയിൽ എന്ത് ചെയ്യണം, അതിനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് നമുക്ക് അതിനെ ക്രെഡിറ്റ് ചെയ്യണം അല്ലേ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണെങ്കിൽ അത് ലോസ് ആയതുകൊണ്ട് ഈ നിലവിലുള്ള പാർട്ണേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് അതിനെ ഡെബിറ്റ് ചെയ്യണം. ഓക്കെ, അത് ക്രെഡിറ്റ് ബാലൻസ് ഇൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആയിരുന്നെങ്കിൽ ജനറൽ റിസർവ് ചെയ്തതുപോലെ തന്നെ നമുക്ക് അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്താൽ മതിയായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയുള്ള ജേണൽ എൻട്രിയാണ് നമ്മളോട് എഴുതാൻ വേണ്ടി ആവശ്യപ്പെട്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ ജനറൽ റിസർവ് ഡിവൈഡ് ചെയ്യുന്നത് 50,000 ഡിവൈഡ് ചെയ്യുന്നു അല്ലേ. അപ്പോൾ ഓൾഡ് പാർട്ണേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ അവരുടെ റേഷ്യോയിൽ നമ്മളതിനെ ഡിവൈഡ് ചെയ്യുന്നു. ഇപ്പോൾ 30,000 20,000 ഡിവൈഡ് ചെയ്യുന്നു. ഇനി അക്യുമുലേറ്റഡ് ലോസ് ആകുമ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നുള്ളത് ക്രെഡിറ്റ് വരണം അല്ലേ ജനറൽ എൻട്രിയിൽ. കാരണം നന്ദൂസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ, സിന്ധൂസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പോസ്റ്റ് ചെയ്യുമ്പോൾ ഇവരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഡെബിറ്റ് വന്നോളൂ അല്ലേ. അപ്പോൾ അത് ലോസ് ആയതുകൊണ്ടാണ്, ഡെബിറ്റ് ബാലൻസ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആയതുകൊണ്ടാണ്. അപ്പോൾ 20,000 12,000 8,000 ഡിവൈഡ് ചെയ്യുന്നു അല്ലേ. അത് ചെയ്യേണ്ട റേഷ്യോ ഏതാണ്? 3:2 ഈ പറഞ്ഞിരിക്കുന്ന റേഷ്യോയിലാണ് അതിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ചന്ദ്ര പാർട്ണർ ഇൻ എ ഫേം റിട്ടയേഴ്സ് ഓൺ 1 ജനുവരി. ഇപ്പോൾ റിട്ടയർമെൻറ്റിൻ്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് 60,000 ഈസ് ഡ്യൂ ടു ഹിം. 60,000 പാർട്ണർക്ക് റിട്ടയർമെൻറ്റ് സമയത്ത് കൊടുക്കാനുള്ളത്. ഇറ്റ് വാസ് എഗ്രീഡ് ദാറ്റ് ദ എമൗണ്ട് ഡ്യൂ വിൽ ബി പെയ്ഡ് ഇൻ 3 ഈക്വൽ ഇയർലി ഇൻസ്റ്റാൾമെൻറ്റ്. ഈ 60,000 രൂപ 3 ഈക്വൽ തുല്യ ഇൻസ്റ്റാൾമെൻറ്റുകളായിട്ട് കൊടുക്കാമെന്നാണ് കരാറ്. ടുഗദർ വിത്ത് ഇൻട്രസ്റ്റ് 13%, 13% ഇൻട്രസ്റ്റും പറഞ്ഞിട്ടുണ്ട്. ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ടിൻ്റെ, അതായത് ബാക്കി എത്രയാണോ കൊടുക്കാനുള്ളത് എമൗണ്ടിൻ്റെ 13% ഇൻട്രസ്റ്റ് കൊടുക്കും. അപ്പോൾ ആ രീതിയിൽ നമ്മളോട് ലോൺ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് 3 വർഷത്തെ ലോൺ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി. അപ്പോൾ ലോൺ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നമ്മൾ സാധാരണ ഈ ഒരു ഫോർമാറ്റിൽ, അതായത് ഒരു അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് വരയ്ക്കുന്നു. ചന്ദ്രാസ് ലോൺ അക്കൗണ്ട് എന്ന് എഴുതുന്നു. അവിടെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആദ്യം തന്നെ എത്ര രൂപയാണ് കൊടുക്കാനുള്ളത് ലോൺ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത് ക്യാപിറ്റൽ അക്കൗണ്ടിൽ നിന്ന് ബൈ ചന്ദ്രാസ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് വരില്ല. നമ്മളിവിടെ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം അല്ലേ. കൊടുക്കാനുള്ള എമൗണ്ട് 60,000 ക്രെഡിറ്റ് ചെയ്യണം.
അതിനുശേഷം ആ വർഷത്തിൻ്റെ അവസാനം 31/12/2019 അല്ലേ, ഒരു വർഷം അത് ക്ലോസിംഗ് ഡേറ്റിൽ നമ്മൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ 60,000 ഈ 60,000 13% ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് 7,800 അല്ലേ. അപ്പോൾ മൊത്തം 67,800 രൂപയാണ് ഇപ്പോൾ കൊടുക്കാനുള്ളത്. അതിൽ നമ്മൾ ഇൻട്രസ്റ്റും ആ വർഷത്തെ ഇൻസ്റ്റാൾമെൻറ്റും കൂടി നമ്മൾ ആ വർഷം ഇത് നമ്മൾ കൊടുക്കുന്നു അല്ലേ. അതായത് ക്ലോസിംഗ് ഡേറ്റിൽ കൊടുക്കുമ്പോൾ എങ്ങനെയാണ് ചന്ദ്രാസ് ലോൺ അക്കൗണ്ട് അറ്റ് ടു ക്യാഷ് എന്നാണ് ജേണൽ വരുന്നത് അല്ലേ. അപ്പോൾ ക്യാഷ് കൊടുക്കുന്നതെല്ലാം നമ്മളിവിടെ ഡെബിറ്റ് സൈഡിലാണ് എഴുതുന്നത്, ഓർത്തിരിക്കുക. കൊടുക്കുമ്പോൾ നമ്മൾ 3 വർഷമായിട്ടാണ് കൊടുക്കുന്നത് അല്ലേ. 60,000 3 വർഷം ഡിവൈഡ് ചെയ്യുമ്പോൾ 20,000 വെച്ചാണ് പ്രിൻസിപ്പൽ എമൗണ്ട് വരുന്നത്. അപ്പോൾ എല്ലാ വർഷവും നമ്മൾ 20,000 കൊടുക്കും. 20,000 അല്ലേ, മൊത്തം 60,000 പ്രിൻസിപ്പൽ എമൗണ്ട് കൊടുക്കും. പിന്നീട് എല്ലാ വർഷവും നമ്മൾ അതിൻ്റെ ഇൻട്രസ്റ്റും അതിൻ്റെ ഒപ്പം തന്നെ കൊടുക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ആദ്യത്തെ വർഷം 7,800 ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തത്. 20,000 പ്ലസ് 7,800 27,800 അല്ലേ. എന്നിട്ട് നമ്മൾ ഈ അക്കൗണ്ട് ബാലൻസ് ചെയ്യും. ബാലൻസ് ചെയ്യുമ്പോൾ ടു ബാലൻസ് സി ഡി 40,000 വരും. ആ 40,000 നമ്മൾ വീണ്ടും അടുത്ത വർഷത്തെ ആദ്യം ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് എഴുതുന്നു. ഇനി 40,000 13% കണ്ടുപിടിച്ചാൽ മതി ഇവിടെ കേട്ടോ. ഡിമിനിഷിംഗ് മെത്തേഡ് രീതിയിലാണ്. അപ്പോൾ 40,000 × 30% 5,200 അല്ലേ. അപ്പോൾ 5,200 20,000 കൂട്ടി 25,200 ഇവിടെ നമുക്ക് കൊടുക്കുന്നു. പിന്നെ ബാലൻസ് ചെയ്യുന്നു. ബാലൻസ് 20,000 കിട്ടുന്നു. ബൈ ബാലൻസ് നമ്മളിങ്ങോട്ട് എടുത്തെഴുതുന്നു. 20,000 18% ഇൻട്രസ്റ്റ് എഴുതുന്നു 2,600. അപ്പോൾ 20,000 പ്ലസ് 2,600 22,600 അല്ലേ. ടു ക്യാഷ് നമ്മൾ ക്യാഷ് കൊടുക്കുന്നതായിട്ടാണ് അല്ലേ. ടു ക്യാഷ് 22,600 കൊടുത്തു കഴിയുമ്പോൾ പിന്നെ നമുക്ക് ബാലൻസ് ഉണ്ടാവില്ല, മൊത്തം നമ്മൾ കൊടുത്തു തീർത്തു അല്ലേ. 3 വർഷം കൊണ്ട് കൊടുത്തു തീർത്തു. അപ്പോൾ ഇങ്ങനെയാണ് ലോൺ അക്കൗണ്ട് വരയ്ക്കുന്നത്. ലോൺ അക്കൗണ്ട് വരയ്ക്കുന്നതിനുള്ള ക്ലാസ്സും നമ്മുടെ ചാനൽ അവൈലബിൾ ആണ്. അല്പം ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മളിത് പറയുന്നുണ്ട്. അപ്പോൾ അതും നോക്കുക. അടുത്ത സ്റ്റേറ്റ് ഇനി 3 ഡിഫറൻസ് ബിറ്റ്വീൻ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് ആൻഡ് ഡിസൊല്യൂഷൻ ഓഫ് ഫേം. ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പും ഡിസൊല്യൂഷൻ ഓഫ് ഫേമും തമ്മിലുള്ള ഡിഫറൻസസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ +2 അക്കൗണ്ടൻസിയിൽ പഠിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട ഭാഗങ്ങളുടെ ടോപ്പിക്സിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന തിയറി ക്വസ്റ്റ്യൻസും പ്രോബ്ലങ്ങളൊക്കെ തന്നെയാണ് വന്നിരിക്കുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കുക. ദെൻ ഡിഫറൻസ് ബിറ്റ്വീൻ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് ആൻഡ് ഡിസൊല്യൂഷൻ ഓഫ് ഫേം. അതിൽ കുറേ ഡിഫറൻസുകൾ, ഇത്രയും ഡിഫറൻസുകൾ നമ്മൾ പഠിച്ചിരുന്നു. അതിൽ കുറച്ച് കാര്യങ്ങൾ 3 സ്കോർ ആകുമ്പോൾ 3 വ്യത്യാസങ്ങളെങ്കിലും എഴുതി വയ്ക്കുക അല്ലേ. അപ്പോൾ ഒന്ന് വായിച്ചു നോക്കുക. തിയറിയാണ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്, വീണ്ടും പറയുന്നില്ല. അടുത്തതായിട്ട് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. 13ാമത്തെ ക്വസ്റ്റ്യൻ, രാജു ആൻഡ് സാജു ആർ പാർട്ണേഴ്സ്. നമുക്ക് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. രാജു ആൻഡ് സാജു ആർ പാർട്ണേഴ്സ് ഇൻ എ ഫേം ഷെയറിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസസ് ഇൻ ദ റേഷ്യോ ഓഫ് 3:2 വിത്ത് ക്യാപിറ്റൽസ് ഓഫ് ₹1,60,000 റെസ്പെക്റ്റീവ്ലി. അപ്പോൾ ഇവിടെ 2 പാർട്ണേഴ്സ് ഉണ്ട്. അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 3:2 ആണ്. 1,60,000 അവരുടെ ക്യാപിറ്റൽ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 7% ആണ്. സാജുവിന് ആനുവൽ സാലറി 36,000 ആനുവൽ സാലറി ആണല്ലേ. ഇവിടെ മന്ത്ലി സാലറി എന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് 36,000-നെ 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ടോട്ടൽ ആനുവൽ സാലറി കണ്ടുപിടിക്കണമായിരുന്നു. അപ്പോൾ ഇവിടെ ആനുവൽ സാലറി എന്ന് പറഞ്ഞിരിക്കുന്നത് 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളത് ശ്രദ്ധിക്കുക. ദ ഡ്രോവിങ്സ് ഓഫ് ദി പാർട്ണേഴ്സ് വെയർ രാജു. ഡ്രോവിങ്സ് ഇവിടെ പറഞ്ഞിട്ടുണ്ട് 20,000-ഉം 30,000-ഉം. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോവിങ്സ് പറഞ്ഞിട്ടുണ്ട് 2,000-ഉം 3,000-ഉം അല്ലേ. നെറ്റ് പ്രോഫിറ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ബിഫോർ എബോവ് അഡ്ജസ്റ്റ്മെൻറ്റ്. മോളിൽ പറഞ്ഞിരിക്കുന്ന അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതിന് മുമ്പുള്ള നെറ്റ് പ്രോഫിറ്റാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് വെച്ച് ചെയ്യണം. നമ്മൾ പറഞ്ഞിരിക്കുന്നത് പ്രിപ്പയർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ആണല്ലേ. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലേക്ക് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കുക. ആദ്യം തന്നെ നമ്മൾ ബൈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമുക്ക് തന്നിരിക്കുന്ന ഒരു പ്രോഫിറ്റിൻ്റെ എമൗണ്ട് ക്രെഡിറ്റ് ചെയ്യണം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ നമ്മൾ തന്നിരിക്കുന്ന പ്രോഫിറ്റ്, ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന പ്രോഫിറ്റ് ബൈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന പേരിൽ ക്രെഡിറ്റ് ചെയ്യുക. അതിനുശേഷം ഇൻട്രസ്റ്റ് ഓൺ ഡ്രോവിങ്സ് നമ്മൾ അതിനെ ക്രെഡിറ്റ് ചെയ്യണം. നമ്മൾ ഡ്രോവിങ്സ് ഇവിടെ എടുക്കുന്നില്ല, ക്യാപിറ്റൽ അക്കൗണ്ടിൽ മാത്രമാണ് എടുക്കുന്നത് കേട്ടോ. ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഡ്രോവിങ്സ് ഓഫ് ദി പാർട്ണേഴ്സ് രാജു ഈ 20,000-ഉം 30,000 നമ്മളിവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ എടുക്കേണ്ട ആവശ്യമില്ല. അത് നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിലാണ് എടുക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോവിങ്സ് എടുക്കും, അത് ക്രെഡിറ്റ് ചെയ്യണം. ദെൻ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എടുക്കും, അത് ഡെബിറ്റ് ചെയ്യണം അല്ലേ. സാലറി എടുക്കും, സാലറി നമ്മൾ ഡെബിറ്റ് ചെയ്യണം. കമ്മീഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ കമ്മീഷൻ നമ്മളിവിടെ എഴുതുമായിരുന്നു. അപ്പോൾ അത്തരത്തിൽ ഐറ്റമൊക്കെ ഡെബിറ്റ് ചെയ്യണം. അതിനുശേഷം ബാക്കി വരുന്ന ഈ അക്കൗണ്ട് നമ്മൾ ബാലൻസ് ചെയ്യുമ്പോൾ 20,800 കിട്ടും അല്ലേ. അത് ആ റേഷ്യോയിൽ നമ്മൾ ഡിവൈഡ് ചെയ്ത് ഓരോരുത്തരുടെയും ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതായിട്ട് ടു രാജൂസ് ക്യാപിറ്റൽ ടു സാജൂസ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞ് എഴുതി വയ്ക്കുക. അടുത്തത് മായ, ശോഭ ആൻഡ് റോജ വേർ പാർട്ണേഴ്സ് ഷെയറിംഗ് പ്രോഫിറ്റ്സ് ഇൻ റേഷ്യോ ഓഫ് 2:2:1. 3 പാർട്ണേഴ്സ് ഉണ്ട്, അവരുടെ റേഷ്യോ പറഞ്ഞിട്ടുണ്ട്. ഗുഡ്വിൽ നിലവിലുള്ള ബാലൻസ് ഷീറ്റിൽ അതായത് നിലവിലുള്ള ഗുഡ്വിൽ 50,000 ഉണ്ടെന്ന് പറയുന്നു. ഒരാൾ റിട്ടയർ ചെയ്യുന്നു അല്ലേ. ഗുഡ്വിൽ ഈസ് വാല്യൂഡ്. ഗുഡ്വിൽ 1,00,000 രൂപയാണ് ഗുഡ്വിലിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചിരിക്കുന്നത്. മായ ആൻഡ് റോജ ഡിസൈഡഡ് ടു ഷെയർ ദ ഫ്യൂച്ചർ പ്രോഫിറ്റ്. അപ്പോൾ നിലവിലുള്ള ഫ്യൂച്ചർ പ്രോഫിറ്റ് അതായത് 3:2 എന്ന് പറഞ്ഞ് ഒരു ന്യൂ റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. ഓൾഡ് റേഷ്യോട് പറഞ്ഞിട്ടുണ്ട്. നിലവിലുള്ള ഗുഡ്വിൽ അക്കൗണ്ടിൻ്റെ ബാലൻസ് ഉണ്ട് അല്ലേ. നിലവിൽ ഗുഡ്വിലുള്ള ബാലൻസ് ഉണ്ട്, നമുക്ക് റൈറ്റ് ഓഫ് ചെയ്ത് കളയണം. പുതിയ ഗുഡ്വിലിൻ്റെ വാല്യൂ 1,00,000 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഗെയിനിങ് റേഷ്യോ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ജേണൽ എൻട്രി ഈ ഗുഡ്വിലുമായിട്ട് ബന്ധപ്പെട്ട ജേണൽ എൻട്രി മറ്റും എഴുതാനും പറഞ്ഞിരിക്കുന്നു അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം നമ്മൾ എഴുതേണ്ടത് നിലവിലുള്ള ഗുഡ്വിൽ എല്ലാ പാർട്ണേഴ്സിനെയും, നിലവിലുള്ള 3 പാർട്ണേഴ്സാണുള്ളത് അല്ലേ, അതിൽ നിന്ന് ഒരാൾ റിട്ടയർ ചെയ്യുന്നത്, എല്ലാ പാർട്ണേഴ്സിനെയും അവരുടെ ഓൾഡ് റേഷ്യോ ഡിവൈഡ് ചെയ്ത്
നമ്മൾ റൈറ്റ് ഓഫ് ചെയ്യുന്ന എക്സിസ്റ്റിംഗ് ഗുഡ് വിൽ റൈറ്റ് ഓഫ് ചെയ്യുന്ന ജേണൽ എൻട്രിയാണ് ആദ്യം എഴുതേണ്ടത്. അപ്പോൾ ഇങ്ങനെ നിലവിൽ എക്സിസ്റ്റിംഗ് ഗുഡ് വിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ജേണൽ എൻട്രി ഉപയോഗിച്ചുകൊണ്ട്, അതായത് ഓൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റ് ടു ഗുഡ് വിൽ എന്ന് പറഞ്ഞുകൊണ്ട് ജേണൽ എൻട്രി എഴുതി നമുക്ക് റൈറ്റ് ഓഫ് ചെയ്യാം അല്ലേ. 50,000 അവരുടെ റേഷ്യോയിൽ ഡിവൈഡ് ചെയ്ത് 3 പേർക്കുമായിട്ട് നമ്മൾ അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് കൊടുക്കുന്നു. ദെൻ ജേണൽ എൻട്രി ടു അഡ്ജസ്റ്റ് റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് ഷെയർ ഓഫ് ഗുഡ് വിൽ. നമ്മൾ റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് ഷെയർ ഓഫ് ഗുഡ് വിൽ നമുക്ക് ഓൾഡ് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ അഡ്ജസ്റ്റ് ചെയ്യണം. അതായത് റിമൈനിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റ് ടു റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്നാണ് അതിൻ്റെ ജേണൽ എൻട്രി അല്ലേ. ആ ഒരു ജേണൽ എൻട്രി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റിട്ടയർമെൻറ്റ് സമയത്തും ഡെത്തിൻ്റെ സമയത്തും നമ്മൾ ഗുഡ് വില്ലിൻ്റെ ട്രീറ്റ്മെൻറ്റ് അത് പഠിക്കുമ്പോൾ അത് ചെയ്യുമ്പോൾ ഈ ഒരു ജേണൽ എൻട്രി വെച്ചുകൊണ്ടാണ് നമ്മൾ അതിനെ പോസ്റ്റ് ചെയ്യുക. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഗെയിനിങ് റേഷ്യോ കണ്ടുപിടിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ മായയുടെ ഗെയിന്, അതായത് മായയുടെ ന്യൂ റേഷ്യോ എന്ന് പറയുന്നത് 3/5 ആണ്. ഓൾഡ് റേഷ്യോ 2/5 ആണ്. അപ്പോൾ 1/5 കിട്ടും. റോജയുടെ അങ്ങനെ കണ്ടുപിടിക്കുന്നു. അപ്പോൾ നമുക്ക് 1:1 എന്ന് ഗെയിനിങ് റേഷ്യോ കിട്ടും അല്ലേ. അപ്പോൾ ഇവിടെ ടോട്ടൽ ഗുഡ് വിൽ, പേയ്മെൻറ്റ് ഗുഡ് വിൽ 1 ലക്ഷമാണല്ലേ. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് ക്വസ്റ്റ്യനിൽ ഗുഡ് വിൽ ഈസ് വാല്യൂഡ് അറ്റ് ₹1 lakh എന്ന് പറഞ്ഞിരിക്കുന്നത് പേയ്മെൻറ്റ് ടോട്ടൽ ഗുഡ് വിലാണ്. അപ്പോൾ ഇതിൽ റിട്ടയർ ചെയ്യുന്ന പാർട്ണറുടെ ഗുഡ് വിൽ എത്രയാണെന്നുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. റിട്ടയർ ചെയ്യുന്നത് ശോഭനയാണല്ലേ. ശോഭന എന്ന് പറഞ്ഞെങ്കിൽ ശോഭയാണ്. ശോഭ രണ്ടാമത്തെ ആളാണല്ലേ. അപ്പോൾ 2/5 ആണ്. 1,00,000ൻ്റെ 2/5 നമ്മൾ കണ്ടുപിടിക്കുന്നു. 1,00,000 ഇൻറ്റു 2/5, അപ്പോൾ നമുക്ക് 40,000 കിട്ടുന്നു അല്ലേ. അപ്പോൾ ഈ 40,000 ശോഭയുടെ ഷെയർ ഓഫ് ഗുഡ് വിൽ. ഈ 40,000 നമ്മൾ എന്ത് ചെയ്യണം? അതിനെ നമുക്ക് ഈ റിമൈനിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റ് ടു റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. റിമൈനിങ് പാർട്ട്നേഴ്സ് ആരൊക്കെയാണ്? മായാസ് ക്യാപിറ്റൽ, റോജാസ് ക്യാപിറ്റൽ അല്ലേ. ഇൻഡിവിജ്വലായിട്ട് 40,000 നമ്മൾ 1:1 റേഷ്യോ, ഗെയിനിങ് റേഷ്യോയിലാണ് ഇതിനെ ഡിവൈഡ് ചെയ്യേണ്ടത് അല്ലേ. ഗെയിനിങ് റേഷ്യോയിൽ ഈ ശോഭയുടെ ഷെയർ ഓഫ് ഗുഡ് വില്ലിനെ ഗെയിനിങ് റേഷ്യോയിൽ, ഇനി ബാക്കിയുള്ള പാർട്ട്നേഴ്സിന് ഗെയിനിങ് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഈ ഒരു ജേണൽ എൻട്രിയാണ് കാണിക്കേണ്ടത് അല്ലേ. മായാസ് ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റ് റോജാസ് ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റ് ടു ശോഭാസ് ക്യാപിറ്റൽ 40,000. അപ്പോൾ ഈ ഒരു ജേണൽ എൻട്രികൾ എഴുതാൻ വേണ്ടിയാണ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അത് 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ, എസ്എ ക്വസ്റ്റ്യൻ ആണ്. അഞ്ജു ആൻഡ് മഞ്ജു 2 പാർട്ട്നേഴ്സ്, 3:1 ആണ് റേഷ്യോ. അവരുടെ ബാലൻസ് ഷീറ്റ് പറഞ്ഞിട്ടുണ്ട്. പുതിയൊരാൾ സുജയെ അഡ്മിറ്റ് ചെയ്യുന്നു അല്ലേ. അപ്പോൾ അതിൻ്റെ അക്കൗണ്ടുകൾ തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റുകളും പറഞ്ഞിട്ടുണ്ട്. സുജ കൊണ്ടുവരേണ്ട ഷെയർ ഓഫ് ക്യാപിറ്റലിൻ്റെ അമൗണ്ട് പറഞ്ഞിട്ടുണ്ട്. സുജയുടെ ഷെയർ എത്രയോ ഷെയറിനാണ് സുജയ്ക്ക് അർഹയായിരിക്കുന്നത്? 1/5 ഷെയറാണ് സുജ കൊടുക്കുന്നത് അല്ലേ, സുജയ്ക്ക് കൊടുക്കുന്നത്. ഇനി സുജ 10,000 ഗുഡ് വില്ലും കൊണ്ടുവരുന്ന പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഹാഫ് ഓഫ് ദി സെയിം വാസ് വിഡ്രോൺ ബൈ അഞ്ജു ആൻഡ് മഞ്ജു. ഈ സുജ കൊണ്ടുവരുന്ന, പുതിയ പാർട്ണറെ കൊണ്ടുവരുന്ന ഗുഡ് വില്ല് ഓൾഡ് പാർട്ട്നേഴ്സിന് അവകാശപ്പെട്ടാണല്ലേ. അതിൽ കൊണ്ടുവന്നിരിക്കുന്നതിൽ പകുതി വീതം അഞ്ജുവും മഞ്ജും, അതായത് അഞ്ജുവും മഞ്ജുവിനായിട്ട് 10,000 നമ്മൾ ഡിവൈഡ് ചെയ്ത് വയ്ക്കും. അതിൽ അവർ കിട്ടിയതിൻ്റെ പകുതി വീതം അവർ വിഡ്രോ ചെയ്യുന്നതായിട്ടൂടെ നമ്മൾ ജേണൽ എൻട്രികൾ എഴുതുകയും അതിൻ്റെ പോസ്റ്റിംഗ് കാണിക്കുകയും ക്യാപിറ്റൽ അക്കൗണ്ടിൽ എന്നിട്ട് പോസ്റ്റിംഗ് കാണിക്കുകയും ചെയ്യണം അല്ലേ. ജേണൽ എൻട്രി എഴുതാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ ജേണൽ എൻട്രി ഓർത്തിട്ട് നമ്മളതിൻ്റെ പോസ്റ്റിംഗ് കാണിച്ചാൽ മതി. സ്റ്റോക്ക് റെഡ്യൂസ് ചെയ്തിരിക്കുന്ന 10% അസറ്റ് റെഡ്യൂസ് ചെയ്യുന്നു അല്ലേ. പ്രീവാലേഷൻ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. പ്രൊവിഷൻ ഡൗട്ട്ഫുൾ ഡെബ്റ്റ്സ്, നമുക്ക് ലയബിലിറ്റി കൂടുകയാണ്. പ്രൊവിഷൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ലയബിലിറ്റി കൂടുമ്പോഴും അസറ്റ് കുറയുമ്പോഴും നമ്മൾ റീവാലുവേഷൻ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യേണ്ടതാണ്. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് അപ്രീഷിയേറ്റഡ്, ലാൻഡ് ആൻഡ് ബിൽഡിംഗ് കൂടി 20%, അപ്പോൾ അത് നമ്മൾ റീവാലുവേഷൻ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. അസറ്റ് കൂടുകയാണ് അല്ലേ. ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിൻ്റെ 26,000ൻ്റെ 20% എത്രയാണോ അത്രയും കണ്ടുപിടിച്ച് അതാണ് നമ്മൾ എഴുതേണ്ടത്. ആ എമൗണ്ട് വ്യത്യാസം മാത്രം എഴുതാവുള്ളൂ എന്ന് ഓർത്തിരിക്കുക റീവാലുവേഷൻ അക്കൗണ്ടിൽ. പിന്നീട് അൺറെക്കോർഡ് ഇലക്ട്രിസിറ്റി ബില്ല്, ഒരു പുതിയ എക്സ്പെൻസ് അൺറെക്കോർഡായിട്ട് ഇതുവരെയും കൊടുക്കാത്ത ഒരു ബില്ല് കണ്ടു, അതിൻ്റെ പേയ്മെൻറ്റ് നടത്തേണ്ടതാണല്ലേ. അൺറെക്കോർഡ് എക്സ്പെൻസ് ആണ്. അപ്പോൾ ലയബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിന് തുല്യമായിട്ട് നമുക്കതിനെ എന്ത് ചെയ്യണം? അതിനെ നമുക്ക് റീവാലുവേഷൻ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യാം. അപ്പോൾ പ്രിപ്പയർ റീവാലുവേഷൻ അക്കൗണ്ട്, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, ന്യൂ ബാലൻസ് ഷീറ്റ്, ഈ 3 തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നോക്കുക, നമുക്കിതിൽ റീവാലുവേഷൻ അക്കൗണ്ടിലേക്ക് ആദ്യം തന്നെ നമുക്ക് ഇവിടെ അസറ്റ് കുറയുന്നതെല്ലാം നമ്മളിവിടെ എഴുതുന്നു അല്ലേ. സ്റ്റോക്ക് 2,000. സ്റ്റോക്കിൻ്റെ കാര്യം എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കുക. സ്റ്റോക്ക് റെഡ്യൂസ്ഡ് 10% അല്ലേ. സ്റ്റോക്കിൻ്റെ വാല്യൂ എത്രയായിരുന്നു? 20,000. 20,000ൻ്റെ 10% ആണ് 2,000 അല്ലേ. അപ്പോൾ സ്റ്റോക്ക് എന്ന പേരിൽ റീവാലുവേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തു. പ്രൊവിഷൻ പറഞ്ഞിട്ടുണ്ട്. പ്രൊവിഷൻ ലയബിലിറ്റിയാണ്, ലയബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. ഫണ്ട് ഡെപ്റ്റേഴ്സിൻ്റെ ആണ് അല്ലേ. 16,000 ഫണ്ട് ഡെപ്റ്റേഴ്സ്, അതിൻ്റെ 5% 800. ഔട്ട്സ്റ്റാൻഡിംഗ് ഇലക്ട്രിസിറ്റി ബില്ല് ലയബിലിറ്റി കൂടുന്ന പോലെ തന്നെയാണ്. എക്സ്പെൻസ്, പുതിയ അൺറെക്കോർഡ് എക്സ്പെൻസ് എഴുതുന്നത് 1000 രൂപ. ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിൻ്റെ അപ്രീസിയേഷനാണ് 5,200 അല്ലേ. ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിൽ കൂടുതലാണ് വന്നിരിക്കുന്നത്. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് 26,000 ആണ്. അപ്പോൾ അതിൻ്റെ 20% 5,600 രൂപ നമ്മുടെ റീവാലുവേഷൻ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്തു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് റീവാലുവേഷൻ അക്കൗണ്ടിൽ എഴുതേണ്ടത്. എന്നിട്ട് നമുക്ക് കിട്ടുന്ന റീവാലുവേഷൻ പ്രോഫിറ്റ് നമ്മൾ ഇവിടെ ഓൾഡ് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്തു അല്ലേ. ഓൾഡ് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്തു. റേഷ്യോയോട് പറഞ്ഞിട്ടുണ്ട്, ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് 3:1 എന്നുള്ളത്. അപ്പോൾ 3:1 നമ്മൾ ഡിവൈഡ് ചെയ്ത് അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു അല്ലേ. അപ്പോൾ മഞ്ജുവിൻ്റെയും ക്യാപിറ്റൽ അക്കൗണ്ടിൽ 1,050 350 നമ്മൾ എഴുതണം അല്ലേ. ക്രെഡിറ്റ് സൈഡിൽ എഴുതണം. അപ്പോൾ ഡെബിറ്റ് സൈഡിൽ നിന്ന് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലേക്കാണ് അത് വരുന്നത് അല്ലേ, ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ. അപ്പോൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടാണ് അടുത്തായിട്ട് നമുക്ക് വരയ്ക്കാനുള്ളത്.
അതിൽ നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന ആദ്യം തന്നെ എഴുതേണ്ടത് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ബാലൻസ് 30,000 16,000 നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ബാലൻസ് ഇവിടെ പറഞ്ഞിട്ടില്ലേ ഈ 30,000 16,000 ക്യാപിറ്റൽ അക്കൗണ്ടിലെ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് എഴുതണം. അടുത്തതായിട്ട് നമുക്ക് ചെയ്യേണ്ടത് പുതിയ പാർട്ണർ കൊണ്ടുവന്നിരിക്കുന്ന ക്യാപിറ്റലിൻ്റെ എമൗണ്ട് എഴുതുന്നതാണ്. അപ്പോൾ നമുക്ക് അയാൾ എത്ര രൂപയാണ് ക്യാപിറ്റൽ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. 20,000 ആണ് ക്യാപിറ്റൽ കൊണ്ടുവന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ 20,000 ക്യാപിറ്റൽ, അപ്പോൾ അത് ബൈ ക്യാഷ് എന്ന പേരിൽ അദ്ദേഹത്തിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് അല്ലേ, സുജയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുക. 20,000 ക്യാപിറ്റൽ കൊണ്ടുവന്ന് അങ്ങനെ എഴുതി വയ്ക്കുക. അതിനുശേഷം ഗുഡ്വിൽ കൊണ്ടുവരുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. 10,000 ആണ്. അപ്പോൾ ഗുഡ്വിൽ കൊണ്ടുവരുമ്പോൾ അത് ഓൾഡ് പാർട്ണേഴ്സ് അവർ സാക്രിഫൈസിങ് റേഷ്യോയിൽ, ഇപ്പോൾ ഇവിടെ നമുക്ക് സാക്രിഫൈസിങ് റേഷ്യോ എന്ന് പറയുന്നത് ഓൾഡ് റേഷ്യോ തന്നെയാണ്, കാരണം ന്യൂ റേഷ്യോ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടില്ല അല്ലേ. അപ്പോൾ അതുകൊണ്ട് സാക്രിഫൈസിങ് റേഷ്യോയിൽ ഈ 10,000 നമുക്ക് ഓൾഡ് പാർട്ണേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ 3:1 ഇവിടെ പറഞ്ഞിരിക്കുന്ന ആ റേഷ്യോയിൽ നമ്മളതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 7,500 2,500 കിട്ടും. അപ്പോൾ ബൈ ക്യാഷ് ബ്രാക്കറ്റിൽ ഗുഡ്വിൽ എന്ന് പറഞ്ഞുകൊണ്ട് അത് ഓൾഡ് പാർട്ണേഴ്സിൻ്റെ അഞ്ജുവിൻ്റെയും ക്യാപിറ്റൽ അക്കൗണ്ടിലാണ് ക്രെഡിറ്റ് കൊടുക്കേണ്ടത്. അതിനുശേഷം ഈ എമൗണ്ടിൻ്റെ പകുതി വീതം അവർ വിഡ്രോ ചെയ്യുന്നതായിട്ടും പറയുന്നുണ്ടല്ലേ. അതായത് 7,500 പകുതി 3,750 2,500 പകുതി 1,250 അല്ലേ. അപ്പോൾ അവർ വിഡ്രോ ചെയ്യുമ്പോൾ നമ്മൾ ടു ക്യാഷ് എന്ന് പറഞ്ഞുകൊണ്ട് ഡെബിറ്റ് ചെയ്യണം. ടു ക്യാഷ് എന്ന് പറഞ്ഞ് ഇതിൻ്റെയൊക്കെ പകുതി അല്ലേ 3,750 1,250 5 വിഡ്രോ ചെയ്യുന്നതായിട്ട് നമ്മളതും കാണിക്കുന്നു. ഓക്കെ. അപ്പോൾ ഇതിന് ശേഷം നമ്മളിനി ചെയ്യേണ്ടത് നിലവിൽ എന്തെങ്കിലും റിസർവ് ഫണ്ട് നമ്മൾ തന്നിരിക്കുന്ന ബാലൻസ് ഷീറ്റിൽ നമുക്ക് റിസർവ് ഫണ്ട് തന്നിട്ടുണ്ടല്ലേ. ഈ റിസർവ് ഫണ്ടിനെ നമ്മൾ എഴുതേണ്ടത് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഓൾഡ് പാർട്ണേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യേണ്ടതാണ്. 3:1 ഡിവൈഡ് ചെയ്തല്ലേ. ഇവിടെ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അതിനെയും ക്രെഡിറ്റ് ചെയ്യുമായിരുന്നു. ഇവിടെ അസറ്റ് സൈഡിലാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് കിടക്കുന്നതെങ്കിൽ നമ്മളതിനെ പാർട്ണേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുമായിരുന്നു കേട്ടോ. അതൊക്കെ നമ്മൾ ഓൾറെഡി ഇതിന് മുമ്പ് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ റിസർവ് ഫണ്ടിനെ ഡിവൈഡ് ചെയ്ത് 3,000 1,000 ഡിവൈഡ് ചെയ്ത് അത് ഓൾഡ് പാർട്ണേഴ്സിന് മാത്രമേ കൊടുക്കാവുള്ളൂ, ഒരിക്കലും പുതിയ പാർട്ണർക്ക് കൊടുക്കത്തില്ല. നമുക്ക് ഓൾഡ് പാർട്ണേഴ്സിന് അവകാശപ്പെട്ടതാണ് നിലവിലുള്ള റിസർവ് ഫണ്ട് മാറ്റും അല്ലേ. അതിനുശേഷം നമുക്ക് റീവാലുവേഷൻ അക്കൗണ്ടിൽ പ്രോഫിറ്റ്, ഇവിടെ റീവാലുവേഷൻ അക്കൗണ്ടിൽ പ്രോഫിറ്റ് 1,050 350 ഉണ്ടല്ലോ അല്ലേ. അത് പാർട്ണേഴ്സിൻ്റെ നിലവിലുള്ള പാർട്ണേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യേണ്ടതുണ്ട്. ബൈ റിവാലുവേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ആ എമൗണ്ടോട് എഴുതി കഴിഞ്ഞാൽ ക്യാപിറ്റൽ അക്കൗണ്ട് ഇനി നമുക്ക് ബാലൻസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ബാലൻസ് ചെയ്യുക, രണ്ട് സൈഡും കൂട്ടി നോക്കിയിട്ട് കുറവുള്ളത് അതിൻ്റെ വ്യത്യാസം നമ്മൾ കുറവുള്ള സൈഡ് എഴുതി ചേർക്കുന്നല്ലേ. ബാലൻസ് സി ഡി എന്ന് പറഞ്ഞുകൊണ്ട് 37,800 18,600 20,000 നമുക്ക് ബാലൻസ് കിട്ടുന്നു അല്ലേ. ഇത് നമ്മൾ പുതിയ ബാലൻസ് ഷീറ്റിൽ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ബാലൻസ് കണ്ടോ, 3 പേരുടെയും ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ബാലൻസ് 37,800 18,000 6,000 20,000 അല്ലേ. പുതിയ ബാലൻസ് ഷീറ്റിൽ നമ്മൾ ലയബിലിറ്റി സൈഡിൽ ക്യാപിറ്റൽ എന്ന ഹെഡിൻ്റെ കീഴിൽ ഇത് കാണിക്കേണ്ടതാണ് അല്ലേ. അതിനുശേഷം നമുക്ക് ബാലൻസ് ഷീറ്റിൽ നമുക്ക് പഴയ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് നോക്കണം. ഇവിടെ ക്രെഡിറ്റേഴ്സ് 41,500 ഉണ്ട്, അതിൽ മാറ്റമൊന്നും വന്നിട്ടില്ല അല്ലേ. റിവാലുവേഷൻ നടത്തിയപ്പോഴൊന്നും മാറ്റം വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ക്രെഡിറ്റേഴ്സിൻ്റെ എമൗണ്ട് അതേപടി തന്നെ നമുക്ക് 41,500 എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് പുതിയ ബാലൻസ് ഷീറ്റിലും കാണിക്കാവുന്നതാണ്. ഇനി ഔട്ട്സ്റ്റാൻഡിങ് ഇലക്ട്രിസിറ്റി ബില്ല്, പുതിയൊരു ബില്ല് റെക്കോർഡ് ചെയ്തിട്ടുണ്ടല്ലേ, ഇതുവരെ റെക്കോർഡ് ചെയ്യാത്തതാണല്ലോ. അപ്പോൾ നമ്മൾ ഇതുവരെയും കൊടുത്തിട്ടില്ല ഔട്ട്സ്റ്റാൻഡിങ് ഇലക്ട്രിസിറ്റി ബില്ല്. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ഒരു ലൈബിലിറ്റിയാണ്, അതിനെ നമ്മൾ ലൈബിലിറ്റി സൈഡ് കാണിക്കണം. അതിനുശേഷം നമുക്ക് ക്യാഷ് അക്കൗണ്ടിൻ്റെ പുതിയ ബാലൻസ് എഴുതാം. ക്യാഷ് അക്കൗണ്ട് വേണമെങ്കിൽ പ്രത്യേകം നിങ്ങൾക്ക് വരച്ച് നോക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ആഡ് ചെയ്തും കണ്ടുപിടിക്കാവുന്നതാണ് കേട്ടോ. കാരണം പഴയ ബാലൻസ് ഷീറ്റിലെ ക്യാഷിൻ്റെ എമൗണ്ട് എത്രയായിരുന്നു, 26,500 അല്ലേ. ഈ 26,500 കൂടെ എത്ര രൂപ പുതിയ ആൾ ക്യാപിറ്റലായിട്ട് കൊണ്ടുവന്നു, 26,500 പ്ലസ് 20,000 കൊണ്ടുവന്നു അല്ലേ. പിന്നെ ഗുഡ്വില്ലായിട്ട് എത്ര കൊണ്ടുവന്നു, 10,000 അല്ലേ. 10,000 കൊണ്ടുവന്നു. ആ 10,000ൻ്റെ പകുതി അവർ വിഡ്രോ ചെയ്തിട്ടുണ്ടല്ലേ. അപ്പോൾ നമുക്ക് 26,500 പ്ലസ് 20,000 പ്ലസ് 10,000 മൈനസ് 5,000 അല്ലേ. അങ്ങനെ വരുമ്പോൾ നമുക്ക് പുതിയ ക്യാഷിൻ്റെ ബാലൻസ് കിട്ടുന്നതാണ്. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നോക്കുക, 26,500 പ്ലസ് 20,000 പ്ലസ് 10,000 മൈനസ് 5,000 51,500 കിട്ടും അല്ലേ. അങ്ങനെ നമുക്ക് ക്യാഷ് അക്കൗണ്ട് വരയ്ക്കാതെയും നമുക്ക് ഈ ഒരു ക്യാഷ് അക്കൗണ്ടിൻ്റെ പുതിയ ബാലൻസ് കണ്ടുപിടിക്കാം. അത് വേണം നമ്മുടെ ബാലൻസ് ഷീറ്റിൽ എഴുതാൻ വേണ്ടി. ഇനി ഡെപ്റ്റേഴ്സിൻ്റെ എഴുതുമ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലൂടെ ഡെപ്റ്റേഴ്സിൻ്റെ എമൗണ്ട് പറഞ്ഞിട്ടുണ്ട് 16,000. പക്ഷേ പ്രൊവിഷൻ ഫോർ ഡെപ്റ്റേഴ്സ് 5% ഉണ്ടായിരുന്നു അല്ലേ. അത് നമ്മൾ റിവാലുവേഷൻ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഈ ഒരു 5% പ്രൊവിഷൻ നമ്മൾ കുറച്ചിട്ട് ബാക്കിയുള്ള എമൗണ്ട് മാത്രമേ നമുക്ക് 15,200 മാത്രമേ ഇവിടെ ഔട്ടർ കോളത്തിലേക്ക് കാണിക്കാവുള്ളൂ. ബിൽസ് റിസീവബിളിൻ്റെ എമൗണ്ട് 3,000 ആണ്. സ്റ്റോക്കിൽ നമുക്ക് 2,000 രൂപയുടെ കുറവ് വന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും കുറച്ചിട്ട് 17,000 ബാക്കി കാണിക്കുക. ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിൽ അപ്രീസിയേഷനാണ് 26,000 ഉണ്ടായിരുന്നത്, അതിൻ്റെ കൂടെ 20% 5,200 കൂടിയിട്ട് 31,200 ഉണ്ടായതായിട്ട് അതും കാണിക്കുക അല്ലേ. എന്നപ്പോൾ നമുക്കിവിടെ ബാലൻസ് ഷീറ്റ് നമുക്ക് ടാലി ആയിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു എസ്സേ ക്വസ്റ്റ്യൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട ഫുൾ പ്രോബ്ലംസ് ധാരാളം നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ലിങ്കോ മറ്റു കാര്യങ്ങൾ വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പാടുണ്ടെങ്കിൽ അത് ഇട്ട് തരുന്നതാണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ബാബു ആൻഡ് ചാക്കോ 3 പാർട്ണേഴ്സ് അവരുടെ റേഷ്യോ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഡിസൊല്യൂഷൻ ആണല്ലേ. ദേ ഡിസൈഡ് ടു ഡിസോൾവ് ദ പാർട്ണർഷിപ്പ്.
അപ്പോൾ ഡിസൊല്യൂഷൻ്റെ ഒരു പ്രോബ്ലമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഡിസൊല്യൂഷൻ്റെ പ്രോബ്ലത്തിൽ നമുക്കറിയാം, നമുക്ക് റിയലൈസേഷൻ അക്കൗണ്ടാണ് വരയ്ക്കേണ്ടത് അല്ലേ. റിവാലുവേഷൻ അക്കൗണ്ട് അത് റിട്ടയർമെൻറ്റിലും പാർട്ണർഷിപ്പിൻ്റെ അഡ്മിഷനും ഉള്ളതാണ്. ഡിസൊല്യൂഷൻ്റെ സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് റിയലൈസേഷൻ അക്കൗണ്ടാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ അതുകൂടാതെ നമുക്ക് പാർട്ണേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടും പിന്നീട് നമുക്ക് ബാങ്ക് ഓർ ക്യാഷ് അക്കൗണ്ട് ഇതുകൂടെയാണ് വരയ്ക്കേണ്ടത് അല്ലേ. ഇപ്പോൾ ഡിസൊല്യൂഷൻ്റെ പ്രോബ്ലം ചെയ്യുമ്പോൾ ഒരിക്കലും നമുക്ക് ബാലൻസ് ഷീറ്റ് ഉണ്ടായിരിക്കില്ല, കാരണം കമ്പനി മൊത്തം അടച്ചു പൂട്ടുവാണ് അല്ലേ, ഇനി ബാലൻസ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ആ രീതിയിലാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് റിയലൈസേഷൻ അക്കൗണ്ട് ആദ്യം വരയ്ക്കണം. റിയലൈസേഷൻ അക്കൗണ്ട് വരയ്ക്കുമ്പോൾ ഇവിടെ നമ്മൾ തന്നിരിക്കുന്ന അസറ്റുകളെല്ലാം നമുക്ക് റിയലൈസേഷൻ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ, ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യേണ്ട ആവശ്യമില്ല. ബാക്കി എല്ലാ അസറ്റും നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. കാരണം ക്യാഷ് അക്കൗണ്ടിന് പ്രത്യേകം നമ്മൾ ക്യാഷ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് നമ്മളത് റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ട ആവശ്യമില്ല. ബാക്കി എല്ലാ അസറ്റുകളും റിയലൈസേഷൻ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് നമ്മൾ ക്യാൻസൽ ചെയ്യും. ഇനി അപ്പം തന്നെ ഇവിടെ ലയബിലിറ്റിയിൽ ക്രെഡിറ്റേഴ്സ് നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ക്ലോസ് ചെയ്യുന്നു. ജനറൽ റിസർവ് എപ്പോഴും നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്, അവിടെ വെച്ചാണ് ഡിവൈഡ് ചെയ്ത് വീതം വെച്ച് കൊടുക്കേണ്ടത്. ക്യാപിറ്റൽ നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക്, ഈ ബാലൻസ് നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ചെയ്യും അല്ലേ. അപ്പോൾ അങ്ങനെയാണ് ആദ്യം അതാണ് ചെയ്യേണ്ടത്. നമുക്ക് റിയലൈസേഷൻ അക്കൗണ്ട് വരയ്ക്കണം. റിയലൈസേഷൻ അക്കൗണ്ട് നോക്കുക, ടു സ്റ്റോക്ക്, ടു ഡെപ്റ്റേഴ്സ്, ടു ഫർണിച്ചർ, ടു പ്ലാന്റ് ആൻഡ് മെഷീനറി. അപ്പോൾ അങ്ങനെ ഈ 4 ഐറ്റംസും നമ്മൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ബാലൻസ് ഷീറ്റിലെ അസറ്റ് സൈഡിൽ നിന്ന് ഇൻഡിവിജ്വലായിട്ട് ഓരോന്നോരോന്നായിട്ട് നമ്മൾ ഇങ്ങോട്ട് റിയലൈസേഷൻ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ക്ലോസ് ചെയ്യണം അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ ക്രെഡിറ്റേഴ്സിനെ നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് നമ്മളതിനെയും ക്ലോസ് ചെയ്തു. ഓക്കെ, ഇനി അടുത്തത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് നോക്കുക. അസറ്റ്സ് റിയലൈസ്ഡ് ആസ് ഫോളോസ്. ഇനി അസറ്റ് വിറ്റ് ക്യാഷ് കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിൽ എഴുതേണ്ടതാണ്. അപ്പോൾ ഇത്രയും അസറ്റ് വിറ്റ് ക്യാഷ് കിട്ടിയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതെല്ലാം കൂടെ ഒരുമിച്ച് നിങ്ങൾക്ക് അവിടെ നമ്മൾ എഴുതേണ്ടത്, ഇനി നമുക്ക് ഈ ഒരു അസറ്റിൻ്റെ പേരിലല്ല എന്നുള്ളത് ഓർത്തിരിക്കുക. അസറ്റ് വിറ്റ് ക്യാഷ് കിട്ടുമ്പോൾ നമ്മൾ ക്യാഷ് എന്ന പേരിലാണ് എഴുതേണ്ടത് അല്ലേ. അപ്പോൾ അസറ്റ് വിറ്റ് ക്യാഷ് കിട്ടുമ്പോൾ ഇവിടെ ബൈ ക്യാഷ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് റിയലൈസേഷൻ അക്കൗണ്ടിൽ ക്യാഷ് കിട്ടുന്നതെല്ലാം നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ നമുക്ക് ബൈ ക്യാഷ് എന്ന് എഴുതിയിട്ട് കോളൻ ഇട്ടിട്ട് പ്ലാന്റ് ആൻഡ് മെഷീനറി, ഫർണിച്ചർ, ഡെപ്റ്റേഴ്സ്, സ്റ്റോക്ക്, ഈ ഇനത്തിൽ നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന ഈ എമൗണ്ടുകളല്ലേ, ഈ എമൗണ്ടുകൾ നമ്മൾ ഇന്നർ കോളത്തിൽ എഴുതി ആഡ് ചെയ്ത് മൊത്തം 51,500 ക്യാഷ് കിട്ടി എന്നുള്ളത് നമുക്കിവിടെ എഴുതി വയ്ക്കാം. ഓക്കെ, ഇനി അടുത്തത് അഡ്ജസ്റ്റ്മെൻറ്റ് പറഞ്ഞിരിക്കുന്നത് ക്രെഡിറ്റേഴ്സ് വെയർ പെയ്ഡ് ഓഫ് അറ്റ് 10% ലെസ്. അപ്പോൾ നമുക്ക് റിയലൈസേഷൻ അക്കൗണ്ടിൽ നമ്മൾ ക്രെഡിറ്റേഴ്സിനെ റിയലൈസേഷൻ അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിരുന്നു. ഇപ്പോൾ നമ്മൾ ക്രെഡിറ്റേഴ്സിനെ സെറ്റിൽ ചെയ്യുകയാണ്. 10% ലെസ്. ക്രെഡിറ്റേഴ്സിൻ്റെ എമൗണ്ട് എത്രയായിരുന്നു? 8,000 ആയിരുന്നു അല്ലേ. ഇതിൽ നിന്ന് 800 രൂപ കുറച്ചിട്ട് ബാക്കിയുള്ള പേയ്മെൻറ്റ് നമ്മൾ ക്രെഡിറ്റേഴ്സിന് കൊടുത്തു എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ടു ക്യാഷ് കൊടുക്കുമ്പോൾ ടു ക്യാഷ് എന്ന് പറഞ്ഞ് ഡെബിറ്റ് ചെയ്യണം. ബ്രാക്കറ്റിൽ എന്തിനെ സൂചിപ്പിക്കുന്നതെന്ന് മനസ്സിലാകാൻ വേണ്ടി ക്രെഡിറ്റേഴ്സിന് ബ്രാക്കറ്റ് കൊടുക്കണം അല്ലേ. അപ്പോൾ 7,200 എമൗണ്ട് വരുന്നത്. 7,200 എങ്ങനെയാണ് വരുന്നത്? 8,000-ൻ്റെ 10% 800. 8,000 നിന്ന് 800 കുറച്ച് 7,200 പേയ്മെൻറ്റ് നടത്തുന്നത് അല്ലേ. മറ്റൊരു അഡ്ജസ്റ്റ്മെൻറ്റ് പറയുന്നത് റിയലൈസേഷൻ എക്സ്പെൻസ് 2,800. അങ്ങനെ ജസ്റ്റ് റിയലൈസേഷൻ എക്സ്പെൻസ് എന്ന് മാത്രം പറയുകയാണെങ്കിൽ 2,800 അത് നമ്മൾ കൊടുത്തു എന്നുള്ള രീതിയിൽ നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്യുന്നു അല്ലേ. അപ്പോൾ നമുക്ക് ടു ക്യാഷ് റിയലൈസേഷൻ എക്സ്പെൻസ് 2,800 എന്ന് പറഞ്ഞ് അത് നമുക്ക് ഡെബിറ്റ് ചെയ്യാം. അടുത്തത് ദർ വാസ് ആൻ അൺറെക്കോർഡഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ₹5,000. അൺറെക്കോർഡഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു 5,000-ൻ്റെ. അത് അബു എന്ന് പറയുന്ന പാർട്ണർ ഏറ്റെടുത്തു അല്ലേ. അസറ്റ് ടേക്ക് ഓവർ ബൈ എ പാർട്ണർ. അസറ്റ് ഏതെങ്കിലും ഒരു പാർട്ണർ ഏറ്റെടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഡെബിറ്റ് വരേണ്ട ഐറ്റമാണ് ഈ ഒരു അസറ്റ് ഏറ്റെടുക്കൽ എന്ന് പറയുന്നത് അല്ലേ. അദ്ദേഹത്തിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ അത്രയും കുറവ് വരേണ്ടതാണ്. അപ്പോൾ റിയലൈസേഷൻ അക്കൗണ്ട് എന്ന പേരിലാണ് നമ്മളതിനെ എഴുതേണ്ടത്. അപ്പോൾ നമുക്ക് ബൈ അബൂസ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിൽ കാണിക്കേണ്ടത്. അപ്പോൾ ജനറൽ അബൂസ് ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റ് ടു റിയലൈസേഷൻ ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കുമ്പോൾ നമ്മൾ ടു റിയലൈസേഷൻ എന്ന് പറഞ്ഞ് 5,000 എന്ന് പറഞ്ഞ് അബുവിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഇത് കാണിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അസറ്റ് ടേക്ക് ഓവർ ചെയ്യുമ്പോഴുള്ള ജേണൽ എൻട്രിയും ട്രീറ്റ്മെൻറ്റും ഓർത്തിരിക്കുക. അപ്പോൾ ഇത്രയും ക്യാപിറ്റൽ അക്കൗണ്ടിൽ എഴുതി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ചെയ്ത് 14,500 ബാലൻസ് കണ്ടുപിടിച്ചു. അവിടെ റേഷ്യോയിൽ അതിനെ ഡിവൈഡ് ചെയ്ത് അവിടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇനി പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ആദ്യം തന്നെ നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ബാലൻസ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന ബാലൻസ് നമ്മൾ എടുത്തെഴുതുന്നു. ക്വസ്റ്റ്യനിൽ ബാലൻസ് ഷീറ്റിൽ പറഞ്ഞിട്ടുണ്ടല്ലേ, ആ ബാലൻസുകളെല്ലാം നമ്മൾ എടുത്തെഴുതുന്നു. അതിനുശേഷം നമുക്ക് ചെയ്യേണ്ടത് ജനറൽ റിസർവ് നമുക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നു അതും ആ റേഷ്യോയിൽ നമുക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നു. ഇനി നമുക്ക് ഒരു ഐറ്റം കൂടി എഴുതാനുണ്ട്, അതായത് റിയലൈസേഷൻ പ്രോഫിറ്റ്. നമ്മളിവിടെ റിയലൈസേഷൻ അക്കൗണ്ട് വരച്ച് റിയലൈസേഷൻ പ്രോഫിറ്റ് ഇവിടെ കണ്ടുപിടിച്ച് ഓരോരുത്തരുടെയും ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ഇവിടെ എഴുതി വെച്ചിരുന്നല്ലേ. അപ്പോൾ ഈ ഒരു എമൗണ്ട് നമ്മൾ ബൈ റിയലൈസേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് 5,800, 2,900 നമ്മളിവിടെ എഴുതണം. ഇനി നമുക്ക് ഈ ഒരു ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ചെയ്യാം. ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ബാലൻസ് അവർക്ക് എത്രയാണോ കൊടുക്കാനുള്ളത് അത് ക്യാഷ് ആയിട്ട് കൊടുത്തു ഇടുന്നതായിട്ടാണ് നമ്മൾ എഴുതാനല്ലേ. ടു ക്യാഷ് എന്ന് പറഞ്ഞുകൊണ്ട് 24,800, 17,800, 8,900 ഇത്രയും എമൗണ്ട് ബാലൻസ് നമ്മൾ ടു ക്യാഷ് എന്ന് പറഞ്ഞ് കൊടുത്തു വിടുന്നതായിട്ട് എഴുതുക. ഇനി നമുക്ക് വരയ്ക്കേണ്ടത് ഒരു ക്യാഷ് അക്കൗണ്ട് കൂടിയാണ്. ക്യാഷ് അക്കൗണ്ടിൽ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന ക്യാഷ് അക്കൗണ്ടിൻ്റെ ബാലൻസ് ആണ് 10,000 നമ്മൾ ആദ്യം എഴുതേണ്ടത് അല്ലേ. 10,000 നമ്മൾ ഡെബിറ്റ് ബാലൻസ് ആയിട്ട്, അതായത് ഡെബിറ്റ് സൈഡിലാണ് എഴുതേണ്ടത്. ടു ബാലൻസ് BD എന്ന് പറഞ്ഞുകൊണ്ട് ക്യാഷ് അക്കൗണ്ടിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് എപ്പോഴും ഡെബിറ്റ് സൈഡിലായിരിക്കും വരിക, അതുകൊണ്ടാണ് അവിടെ എഴുതുന്നത്.
ഇനി നമുക്ക് ക്യാഷ് കിട്ടിയതെല്ലാം നമ്മൾ ഡെബിറ്റ് സൈഡിൽ എഴുതണം, ക്യാഷ് കൊടുക്കുന്നതെല്ലാം ക്രെഡിറ്റ് സൈഡിൽ എഴുതണം. അങ്ങനെ ഓർത്തിരിക്കുക, തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടി അങ്ങനെ ഒരു ധാരണ നമുക്ക് നല്ലതാണ്. അപ്പോൾ ടു റിയലൈസേഷൻ 51,200 നമുക്ക് ക്യാഷ് കിട്ടിയത് കണ്ടോ. ഇവിടെ നമ്മൾ ഇത്രയും അസറ്റ് വിറ്റ് ക്യാഷ് ഇത്രയും 51,200 കിട്ടി, ബൈ ക്യാഷ് എന്ന് പറഞ്ഞ് എഴുതി വെച്ചല്ലേ. അത് റിയലൈസേഷൻ അക്കൗണ്ടിൽ നമ്മൾ എഴുതി വെച്ചത്. അപ്പോൾ ടു റിയലൈസേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിവിടെ 51,500 ഇവിടെ കാണിക്കണം അല്ലേ, ക്യാഷ് കിട്ടിയതായിട്ട്. ഇനി നമുക്ക് ഓരോ പേയ്മെൻറ്റ് നൽകിയതായിട്ട് നമ്മളിവിടെ കുറേ പേയ്മെൻറ്റുകൾ റിയലൈസേഷൻ അക്കൗണ്ട് വഴി നടത്തിയിട്ടുണ്ടല്ലേ. ക്രെഡിറ്റേഴ്സിന് ക്യാഷ് കൊടുത്തു, റിയലൈസേഷൻ എക്സ്പെൻസ് കൊടുത്തു അല്ലേ. അപ്പോൾ ആ പേയ്മെൻറ്റുകളൊക്കെയാണ് നമ്മളിവിടെ എഴുതേണ്ടത്. ബൈ റിയലൈസേഷൻ ക്രെഡിറ്റേഴ്സിന് ക്യാഷ് കൊടുത്തത്, റിയലൈസേഷൻ എക്സ്പെൻസ് കൊടുത്തത്. ഇനി അവസാനം നമ്മൾ നടത്തിയ പേയ്മെൻറ്റ് എന്ന് പറയുന്നത് പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ബാലൻസ് അത് നമ്മൾ ക്യാഷായിട്ട് കൊടുത്തു വിട്ടിരുന്നു അല്ലേ, അതും പേയ്മെൻറ്റ് തന്നെയാണ്. അപ്പോൾ ബൈ അബൂസ് ക്യാപിറ്റൽ, ബൈ ബാബൂസ് ക്യാപിറ്റൽ, ബൈ ചാക്കോസ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആ പേയ്മെൻറ്റ് കൂടെ നമ്മളിവിടെ കാണിക്കണം. അപ്പോൾ നമുക്ക് ഈ ഒരു ക്യാഷ് അക്കൗണ്ട് ഈക്വലായിട്ട് കിട്ടും, ടാലി ആയിട്ട് കിട്ടും. നമുക്കിവിടെ ബാലൻസ് ഷീറ്റ്, ഡിസൊല്യൂഷനിൽ ബാലൻസ് ഷീറ്റ് വരയ്ക്കാനുണ്ടാവില്ല. ഈ ഒരു ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ടാണ് നമുക്ക് ടാലി ആയിട്ട് കിട്ടേണ്ടത്. നമുക്കത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ആ ഒരു പ്രോബ്ലം ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്ത പാർട്ടിലേക്ക്, അതായത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൻ്റെ ആ ഒരു പോർഷനിലേക്ക് പോകാം. ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. ഈ തിരുവനന്തപുരത്തെ TVM എന്നും പാലക്കാടിനെ PKD എന്നൊക്കെ കോഡ് ചെയ്യുമ്പോൾ അത് ഏത് കോഡിംഗ് രീതിയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം അത് ന്യൂമോണിക് കോഡാണ് അല്ലേ. ദെൻ പ്രീ ഡിഫൈൻഡ് ഫോർമുല ഇൻ സ്പ്രെഡ്ഷീറ്റ് ആർ കോൾഡ്. നമുക്ക് സ്പ്രെഡ്ഷീറ്റിലെ പ്രീ ഡിഫൈൻഡ് ഫോർമുലയെ നമ്മൾ വിളിക്കുന്നത് ഫംഗ്ഷൻ എന്നാണ് വിളിക്കുന്നത് അല്ലേ. ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട്. നമുക്കിതിൽ പറഞ്ഞിരിക്കുന്നതിൽ ഓഡ് വൺ ഔട്ട്, അതായത് ക്ലോസിംഗ് സ്റ്റോക്ക്, ഓപ്പണിംഗ് സ്റ്റോക്ക്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, പർച്ചേസ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിൽ നമുക്ക് പർച്ചേസ് ആണ് വരുന്നത് അല്ലേ. പർച്ചേസ് വരാനുള്ള കാരണം എന്താണ്? ഓൾ അതേഴ്സ് ആർ സിസ്റ്റം ജനറേറ്റഡ് ലെഡ്ജർ അക്കൗണ്ട്സ് ഇൻ ജുനൂക്കാത്ത അല്ലേ. ഇപ്പോൾ ജുനൂക്കാത്തയിൽ ബാക്കിയെല്ലാം സിസ്റ്റം ജനറേറ്റഡ് ആയിട്ടുള്ള ലെഡ്ജർ അക്കൗണ്ടുകളാണ്, പർച്ചേസ് മാത്രമാണ് അങ്ങനെ അല്ലാത്തത്. ദെൻ റൈറ്റ് സിൻടാക്സ് ഓഫ് ദി ഫോളോവിങ്. കൗണ്ട് ഈഫിൻ്റെയും കൺകാനനേറ്റിൻ്റെയൊക്കെ ഒരു സിൻടാക്സ് എഴുതാൻ വേണ്ടിയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സിൻടാക്സ് നിങ്ങൾ പഠിച്ചിരിക്കുന്നത് ഓർത്തിരിക്കുക. ഇതുപോലെയാണ് അതിൻ്റെ രണ്ടിൻ്റെ സിൻടാക്സ് നമ്മൾ എഴുതുക. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് സ്റ്റേറ്റ് ടു അഡ്വാൻറ്റേജസ് ഓഫ് ചാർട്ട്സ് ആൻഡ് ഗ്രാഫ്. ചാർട്ടിൻ്റെയും ഗ്രാഫിൻ്റെയും അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. വേസ്റ്റേജ് ഓഫ് ടൈം വേസ്റ്റ് ആവുന്ന ഒഴിവാക്കുന്നു. ലാർജ് ഐഡിയാസ്, നമുക്ക് ഒരു ചെറിയ സ്പേസിൽ നമുക്ക് അതിനെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്നു. കമ്പാരിസൺ എളുപ്പമാകുന്നു. വളരെ പെട്ടെന്ന് അതിൻ്റെ ട്രെൻഡൊക്കെ ഈസിയായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നു. അപ്പോൾ അത്തരത്തിലുള്ള അഡ്വാൻറ്റേജ് ഏതെങ്കിലും രണ്ടെണ്ണം നമുക്ക് എഴുതാൻ പറ്റും. ദെൻ റൈറ്റ് ദ യൂട്ടിലിറ്റി ഓഫ് ദി ഫോളോവിങ് ടൈപ്സ് ഓഫ് ചാർട്ട്. കോളം ചാർട്ടും പൈ ചാർട്ടും അതിൻ്റെ ഉപയോഗം എപ്പോഴൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കോളം ചാർട്ട് പറഞ്ഞിരിക്കുന്നത് ആർ ഐഡിയൽ ഇഫ് യു നീഡ് കമ്പയർ എ സിംഗിൾ കാറ്റഗറി ഡാറ്റ. ഒരു സിംഗിൾ കാറ്റഗറി ഡാറ്റ, അതായത് നമുക്ക് സെയിൽസിനെ നമുക്ക് അതിനെ സബ് ഐറ്റംസോട് കൂടി തരംതിരിച്ച് എഴുതണമെങ്കിൽ ഡാറ്റ ഈസ് റെപ്രസെൻറ്റഡ് ത്രൂ ബാർ ഡയഗ്രം അല്ലേ. നമുക്കതിനെ ഓരോ പ്രൊഡക്റ്റ് വൈസ്, സെയിൽസ്മാൻ വൈസ് ഒക്കെ നമുക്കതിനെ ഡിവൈഡ് ചെയ്ത് എഴുതണമെങ്കിൽ സെയിൽസ് എന്ന് പറഞ്ഞ ഒറ്റ ഡാറ്റ മാത്രമുള്ളെങ്കിൽ നമുക്കതിനെ ബാർ ചാർട്ടായിട്ട് കോളം ചാർട്ടായിട്ട് പ്രസൻറ്റ് ചെയ്യാം. പൈ ചാർട്ട് ആകുമ്പോൾ നമുക്ക് ഒരു ഡാറ്റ സീരീസിനെ അത് പെർസെൻറ്റേജ് വെച്ചുകൊണ്ട് ഒരു മുഴുവൻ ഡാറ്റേനെ നമുക്കതിൻ്റെ പെർസെൻറ്റേജ് വെച്ചുകൊണ്ട് തരംതിരിച്ച് ഇത്ര പെർസെൻറ്റേജ് കാണിക്കണമെങ്കിൽ നമുക്കതിനെ പൈ ചാർട്ട് നമുക്കതിന് വേണ്ടി ഉപയോഗിക്കാവുന്നതാണ് അല്ലേ. റൈറ്റ് ഷോർട്ട് കീസ്. താഴെ പറയുന്നതിൻ്റെ ഷോർട്ട് കീസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. റിസിപ്റ്റിൻ്റെ F4, സെയിൽസ് F6, കോൺട്ര F8, ജേണൽ F9. ഇതൊക്കെയാണ് അതിൻ്റെ ഷോർട്ട് കീസ് അല്ലേ. അപ്പോൾ അങ്ങനെ കൂടുതൽ ഷോർട്ട് കീസ് പഠിച്ചു വയ്ക്കുക. വാട്ട് യു മീൻ ബൈ ഡാറ്റ ടൈപ്പ്? റൈറ്റ് എനി 2 ഡാറ്റ ടൈപ്പ്. ഡാറ്റ ടൈപ്പ് എന്ന് വെച്ചാൽ എന്താണ്? അതിൻ്റെ 2 ഡാറ്റ ടൈപ്പ് എഴുതാണ് പറഞ്ഞിരിക്കുന്നത്. അറ്റ് ദ ടൈം ഓഫ് ടേബിൾ ക്രിയേഷൻ, നമുക്കറിയാം ടേബിൾ ക്രിയേഷൻ നടക്കുന്ന സമയത്ത് നമുക്കൊരു ഡാറ്റ ടൈപ്പിനെ ഡിഫൈൻ ചെയ്യണം അല്ലേ. അപ്പോൾ ഏത് ടൈപ്പ് ഡാറ്റയാണ് നമ്മൾ എൻ്റർ ചെയ്യാൻ വേണ്ടി, ഫീൽഡിൽ എൻ്റർ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിനാണ് ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത്. ഇപ്പോൾ ടെക്സ്റ്റ് ആണെങ്കിൽ വർഷാർ, നമ്പർ ആണെങ്കിൽ ന്യൂമറിക്ക്, അപ്പോൾ ആ രീതിയിലാണ് ഡാറ്റ ടൈപ്പ് വരുന്നത് അല്ലേ. ഇത് ഫീൽഡും അതിൻ്റെ ഡാറ്റ ടൈപ്പാണ് ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് എഴുതി വയ്ക്കാം. ദെൻ വാട്ട് യു മീൻ ബൈ, ദെൻ അടുത്ത് നോക്കുക, എക്സ്പ്ലെയിൻ 3 സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ഓഫ് CAS. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൻ്റെ 3 സെക്യൂരിറ്റി ഫീച്ചേഴ്സ്. 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ 3 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പാസ്വേഡ് സെക്യൂരിറ്റി, പാസ്വേഡ് ഉപയോഗിച്ച് നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാം. ഡാറ്റ ഓഡിറ്റ്, നമുക്ക് അക്കൗണ്ട്സിലുണ്ടാകുന്ന ചേഞ്ചുകളൊക്കെ റിമോട്ട് ആയിട്ട് പോലും അഡ്മിനിസ്റ്റർ ചെയ്യാൻ പറ്റുന്ന, ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെക്കാനിസമാണ് ഡാറ്റ ഓഡിറ്റ്. ഡാറ്റ വോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റയെ നമ്മൾ എൻക്രിപ്റ്റ് ചെയ്ത് സൂക്ഷിക്കുകയാണ് അല്ലേ. എൻക്രിപ്ഷൻ എന്ന് പറയുന്നത് ഡാറ്റ വോൾട്ടുമായിട്ട് ബന്ധപ്പെട്ടാണ്. പിന്നീട് ആ ഡാറ്റയെ ഡീക്രിപ്റ്റ് ചെയ്ത് അതിൻ്റെ ഓണർക്ക് മാത്രം ഡീക്രിപ്റ്റ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ എൻക്രിപ്റ്റ് ചെയ്യുന്ന ഒരു സെക്യൂരിറ്റി സംവിധാനമാണ് ഡാറ്റ വോൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ 3 കാര്യങ്ങൾ നമുക്ക് എഴുതി വയ്ക്കാം. എക്സ്പ്ലെയിൻ എനി 3 ഫിനാൻഷ്യൽ ഫംഗ്ഷൻ, റൈറ്റ് ദ സിൻടാക്സ്. അപ്പോൾ ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ട ഫംഗ്ഷൻസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്, അതിൻ്റെ സിൻടാക്സ് ഉൾപ്പെടെ. അപ്പോൾ ഇവിടെ അക്രൻറ്റ് ഫംഗ്ഷനുണ്ട്, അപ്പം തന്നെ CUMIPT ഫംഗ്ഷനുണ്ട് അല്ലേ, അല്ലെങ്കിൽ PV ഫംഗ്ഷനുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ സിൻടാക്സ് കൊടുത്തിരിക്കുന്നത് ശ്രദ്ധിക്കുക. ഇതെല്ലാം കുറേ അങ്ങനെ സിൻടാക്സ് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്, റിപ്പീറ്റായിട്ട് ചോദിക്കുന്നുണ്ട്, പഠിച്ചു വയ്ക്കുക. വാട്ട് ഈസ് പേറോൾ ആൻഡ് എക്സ്പ്ലെയിൻ ദ കോമ്പോണൻസ് ഓഫ് പേറോൾ. പേറോൾ എന്ന് വെച്ചാൽ എന്താണ്? ആളുകളുടെ സാലറി, എംപ്ലോയീസിൻ്റെ സാലറി ഡീറ്റെയിൽസ് നമുക്ക് വ്യക്തമാക്കുന്ന ആ ഒരു ഡാറ്റ ഷീറ്റാണ് പേറോൾ എന്ന് പറയുന്നത് അല്ലേ. പേറോൾ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ ദ ഫേം ടു ഷോ ദ ഡീറ്റെയിൽഡ് സാലറി കാൽക്കുലേഷൻ. ഓരോ എംപ്ലോയിയുടെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സാലറി കാൽക്കുലേഷൻ തയ്യാറാക്കുന്ന ഈ പേറോൾ സ്റ്റേറ്റ്മെൻറ്റിലാണ്. അപ്പോൾ അതിലെ കോമ്പോണൻസ് എന്ന് പറയുന്നത് ബേസിക് പേ ഉണ്ടാകും, അതായത് ഗ്രോസ് സാലറിയുടെ കൂടെ ആഡ് ചെയ്യേണ്ട ഐറ്റംസ് ബേസിക് പേ, DNS അലവൻസ്,
ഹൗസ് റെൻറ്റ് അലവൻസ്, സിറ്റി കോമ്പൻസേറ്ററി അലവൻസ്, ഇതെല്ലാം കൂടെ ആഡ് ചെയ്താണ് ഗ്രോസ് സാലറി വരുന്നത് അല്ലേ. ഇതെല്ലാം കൂട്ടുമ്പോഴാണ് ഗ്രോസ് സാലറി കിട്ടുന്നത്. അതിൽ നിന്ന് കുറച്ച് ഇത്രയും കാര്യങ്ങൾ പ്രോവിഡൻറ്റ് ഫണ്ട്, ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്, PF ലോൺ പേയ്മെൻറ്റ്, പ്രൊഫഷണൽ ടാക്സ്, ഇതെല്ലാം കുറച്ച് കഴിയുമ്പോഴാണ് നമുക്ക് നെറ്റ് സാലറി ലഭിക്കുന്നത്. ഇനി റൈറ്റ് എനി 3 ഫീച്ചേഴ്സ് ഓഫ് ജിനോ ഖാത്ത. ജിനോ ഖാത്തയുടെ 3 ഫീച്ചേഴ്സാണ് ലാസ്റ്റ് ക്വസ്റ്റ്യനായിട്ട് പറഞ്ഞിരിക്കുന്നത്. ജിനോ ഖാത്ത ഈസ് എ ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ. ഒരു ഫ്രീ ആയിട്ടുള്ള ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണ്. നമുക്കതിന് പ്രത്യേകിച്ച് പേയ്മെൻറ്റ് നൽകേണ്ട ആവശ്യമില്ല. ദെൻ ഇൻ ജിനോ ഖാത്ത ദർ ആർ ഓൺലി 4 സിസ്റ്റം ഓഫ് ജനറേറ്റഡ് ലെഡ്ജർ അക്കൗണ്ട്സ്. നമുക്ക് സിസ്റ്റം ജനറേറ്റഡ് ആയിട്ട് 4 ലെഡ്ജർ അക്കൗണ്ട്സ് ആണ് ഉള്ളത്. അത് ഈ ഒരു ജിനോ ഖാത്ത ഡെവലപ്പ് ചെയ്തത് ഡിജിറ്റൽ ഫ്രീഡം ഫൗണ്ടേഷൻ, എ പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ് ആണ്. ജിനോ ഖാത്തയ്ക്ക് 13 സിസ്റ്റം ജനറേറ്റഡ് ഗ്രൂപ്പുകളുണ്ട്, 16 സിസ്റ്റം ജനറേറ്റഡ് സബ് ഗ്രൂപ്പുകളുണ്ട് അല്ലേ. 13 ഗ്രൂപ്പുകളും 16 സബ് ഗ്രൂപ്പുകളും ഉണ്ട്. 4 സിസ്റ്റം ജനറേറ്റഡ് ലെഡ്ജർ അക്കൗണ്ട്. സിസ്റ്റം ജനറേറ്റഡ് ആയിട്ട് 4 ജനറൽ ലെഡ്ജർ അക്കൗണ്ടാണുള്ളത്. ഇറ്റ് ഇസ് എ കോംപ്രഹെൻസീവ് അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ ടു റെക്കോർഡ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാനുള്ള ഒരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ, ഇത്തരത്തിലുള്ള ഫീച്ചേഴ്സാണ് നിങ്ങളുടെ കാണിക്കേണ്ടത് അല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ +2 അക്കൗണ്ടൻസിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ കംപ്ലീറ്റ് ആയിട്ട് അല്പം സമയമെടുത്തു. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവുന്നതിന് വേണ്ടിയാണ് കംപ്ലീറ്റ് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തത്. നിങ്ങൾക്ക് അത് ഉപകാരപ്പെട്ടു എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ആ കാര്യങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കുറിക്കുക. ലൈക്ക് ചെയ്യാൻ മറന്നു വരണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫ്രണ്ട്സിനായിട്ട് ഗ്രൂപ്പിലും മറ്റും ഒന്ന് ഷെയർ ചെയ്യുക. കൂടുതൽ ക്ലാസ്സുകൾക്ക് വേണ്ടി പറഞ്ഞ പോലെ +2 അക്കൗണ്ടൻസിയുടെ പ്ലേലിസ്റ്റ് നോക്കുക. അപ്പോൾ താങ്ക്